ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച യൂദയുടെ ലേഖനത്തെക്കുറിച്ച്. യൂദായുടെ ലേഖനം എന്ന് പറയുന്നത് ബൈബിളിലെ അവസാനത്തെ ഒരു ലേഖനമാണ്. നമുക്കറിയാം 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ആ 21 ലേഖനങ്ങളിൽ പൗലോസ്യ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നു. അതിനുശേഷം വരുന്ന ലേഖനങ്ങളെ ജനറൽ എപ്പിസൽസ് എന്നാണ് വിളിക്കുന്നത്. പൊതുവായുള്ള ലേഖനങ്ങൾ, പൊതു ലേഖനങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ 21 ലേഖനങ്ങളിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ അതിലെ അവസാനത്തെ ലേഖനമാണ് യൂദായുടെ ലേഖനം. കഴിഞ്ഞ ദിവസം യൂദയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചില ഇൻട്രൊഡക്ടറി വിഷയങ്ങൾ, ആമുഖമായിട്ടുള്ള ചില വിഷയങ്ങൾ ചിന്തിക്കുവാൻ ഇടയായി. ബൈബിളിൽ നമുക്ക് ഏകദേശം ഒരു 7ഓളം യൂദന്മാരെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞല്ലോ. മൊത്തത്തിൽ 7 യൂദന്മാരെ പറ്റി ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പെട്ടെന്നറിയാവുന്ന യൂദയാണ് ഇസ്കറിയോത്ത് യൂദ, അല്ലേ? അത് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ശിഷ്യന്മാരിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ അപ്പോസ്തലന്മാരിൽപ്പെട്ട ഒരു ഇസ്കറിയോത്താവ് യൂദ എന്ന യൂദയെക്കുറിച്ച് കാണുന്നു. തന്നെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതുപോലെ മറ്റൊരു യൂദയെക്കുറിച്ച് വായിക്കുന്നത് യാക്കോബിൻ്റെ സഹോദരൻ എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആ യൂദയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും ഈ അപ്പോസ്തലന്മാരുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോഴാണ് ആ യൂദയെക്കുറിച്ചും കാണുവാൻ കഴിയുന്നത്. യാക്കോബിൻ്റെ സഹോദരൻ എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ അധികാരികളോട് മത്സരിച്ച ഒരു യൂദയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. അധികാരികളോട് മത്സരിച്ച ഒരു യൂദയെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 5:37 നാം കാണുന്നു. ഗലീലാക്കാരനായ യൂദ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്, ആ വ്യക്തിയെപ്പറ്റി പറയുന്നു. വീണ്ടും പൗലോസിൻ്റെയും ബർണ്ണബാസിൻ്റെയും കൂടെ ഒരു യൂദയുണ്ടായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. അത് മറ്റൊരു യൂദ എന്ന പേരോടുകൂടിയുള്ള ഒരു കർത്താവിൻ്റെ ശിഷ്യൻ എന്ന് ഞാൻ പറയുന്നത് അപ്പോസ്തലന്മാരല്ല, പിന്നീട് പൗലോസിനോടും ബർണ്ണബാസിനോടും ചേർന്ന് മിഷണറി യാത്രകളിൽ ലൂക്കോസിനോടൊക്കെ ചേർന്ന് ശീലാസിനോടൊക്കെ ചേർന്ന് യാത്ര ചെയ്ത വ്യക്തിയായിട്ടാണ് അപ്പോസ്തലപ്രവൃത്തി 15:22 കാണുവാൻ കഴിയുന്നത്. അതുപോലെ ദമസ്കോസിൽ പാർത്തിരുന്ന ഒരു യൂദയെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 9:11 വായിക്കുന്നു. അത് വേറൊരു യൂദയാണ്. ദമസ്കോസിൽ പാർത്തിരുന്ന യൂദയെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 9:11 കാണുവാൻ കഴിയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ സഹോദരനായ യൂദ എന്നാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ 7 യൂദകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവസാനം പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനും യാക്കോബിൻ്റെ സഹോദരനുമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെരുശലേം ദേവാലയത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളിൽ തൂണുകളിൽ ഒരാളായ യാക്കോബ്. ആ യാക്കോബാണ് മറ്റൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. അവർ രണ്ടുപേരും, ആ യാക്കോബും യൂദയും, ഇവർ രണ്ടുപേരും യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരന്മാരാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം
മറിയയിലൂടെ യോസഫിനുണ്ടായ 4 ആണുങ്ങളെക്കുറിച്ച്, ആൺമക്കളെക്കുറിച്ചും സഹോദരിമാരുടെ പേരുകൾ പറയുന്നില്ല, അതും നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ പെട്ട 2 പേരാണ്. അപ്പോൾ യൂദയെക്കുറിച്ച് അങ്ങനെയാണ് 7ഓളം പരാമർശങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം, പഴയ നിയമത്തിൽ യൂദ എന്നുള്ളത് യഹൂദ എന്നുള്ള പദപ്രയോഗമാണ്. യഹൂദ എന്നുള്ള പദപ്രയോഗമാണ്. എന്നാൽ യൂദ എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ യഹോവയെ സ്തുതിക്കും, ഐ വിൽ പ്രൈസ് ഗോഡ്, ഐ പ്രൈസ് ഗോഡ്, ഐ പ്രൈസ് ഗോഡ് എന്നാണ് യഹൂദ അല്ലെങ്കിൽ യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്കറിയാം, ഈ പഴയ നിയമത്തിൽ യോശുവ എന്നുള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്? യേശു എന്നാണ്, അല്ലേ? പഴയ നിയമത്തിൽ യോശുവ എന്നുള്ള എബ്രായ വാക്കിൻ്റെ പുതിയ നിയമത്തിലുള്ള യവന അരാമ്യ പേരെന്ന് പറയുന്നത് യേശു എന്നാണ്, യേശു. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ യഹൂദ എന്ന എബ്രായ പദത്തിൻ്റെ യഹോശുവ എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അതാണ് കറക്റ്റ് എബ്രായ പദം യോശുവയ്ക്ക്. അതിൻ്റെ അതിൻ്റെ ഗ്രീക്ക്, യവന, അരാമ്യ ഭാഷയിലാണ് യേശു എന്ന് പറയപ്പെടുന്നത്. കാരണം നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ യേശു എന്നാണ് വായിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ? യോശുവയെ പറ്റി പറയുമ്പോൾ പിന്നീട് വായിച്ചാൽ മതി. യോശുവയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നിടത്തല്ല യേശു എന്ന് അവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം. പഴയ നിയമത്തിലെ യഹൂദ എന്ന എബ്രായ ഭാഷയിലെ അരാമ്യ വാക്കാണ് ജൂഡ്. മലയാളത്തിൽ പറഞ്ഞ യൂദ, യുദാസ് ഓർ യൂദാസ് എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലേഖനം ആരാണ് എഴുതിയത് എന്നുള്ളത് വ്യക്തമാക്കുമ്പോൾ, മനസ്സിലാകുമ്പോൾ, യാക്കോബിൻ്റെ സഹോദരൻ, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ് യാക്കോബും യൂദയും. ഇതിൽ തന്നെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാരാ എഴുതിയത്? യൂദ, യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് യാക്കോബ? മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരന്മാരിൽ ഒരാളായ യാക്കോബ്. ആ യാക്കോബാണ് ഏകദേശം AD 70-നും 80-നും ഇടയ്ക്കാണ് ഈ യൂദയുടെ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോയ ഒരു വിഷയം കൂടെ തൊട്ട് നമുക്ക് ഇന്ന് അധ്യായത്തിലേക്ക്, ഈ പുസ്തകത്തിലേക്ക് വരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ പറയുക? AD 70-നും 80-നും ഇടയ്ക്ക്. ഇതിനൊരു കറക്റ്റ് ഡേറ്റ് പറയാനായിട്ട് സാധിക്കുകയില്ല. AD 70-ന് ശേഷമാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് എഴുതിയത്. AD 70-ൽ വലിയൊരു സംഭവം ലോക ചരിത്രത്തിൽ യഹൂദന്മാരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. തീത്തോസ് കൈസർ എന്ന് പറയുന്ന റോമൻ നായകനും സൈന്യാധിപനും മറ്റുവരും കടന്നു വന്ന്, അല്ലെങ്കിൽ റോമാർക്കാർ കടന്നു വന്ന് യെരുശലേം ദേവാലയം എന്ത് ചെയ്തു? അവർ പിടിച്ചു വെച്ചു. ഏതാണ്ട് 6 മാസത്തോളം ആർക്കും പുറത്തിറങ്ങുവാൻ കഴിയാതെ വന്നു. ഏതാണ്ട് 60,000-ത്തിലധികം വരുന്ന യഹൂദന്മാർ യെരുശലേമിൽ ഉള്ളിലുണ്ടായിരുന്നു. ബാക്കി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോയി. കണ്ണിൽ കണ്ടവരെല്ലാം അവർ വെട്ടിനുറുക്കി. അവിടെ വീഥികൾ രക്തക്കളമായി മാറി എന്നാണ് പറയുന്നത്. എൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കൾ മേലും വരട്ടെ എന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആ സ്ത്രീകൾ പറഞ്ഞ അതേപോലുള്ള കാര്യം തന്നെ ഏതാണ്ട് 40 വർഷത്തിന് ശേഷം, AD 30-ലായിരിക്കാം ഒരുപക്ഷെ കർത്താവിൻ്റെ ക്രൂശീകരണമെങ്കിൽ, ഏതാണ്ട് 40 വർഷത്തിന് ശേഷം AD 70-ൽ അത് അശരീയമായി സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ സംഭവം, 60,000-ത്തിലധികം ആളുകൾ യെരുശലേമിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി. ഇവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയുകയില്ല. പുറത്ത് ഇറങ്ങിയാൽ അവരെ കൊല്ലും. അകത്ത് തന്നെ അവരായിരുന്നു എന്നാണ് പറയുന്നത്. ആഹാരമില്ല, വെള്ളം തീർന്നു, ആഹാരം തീർന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ അവർ തിന്നു എന്നൊക്കെയുള്ളതായ
ചരിത്ര വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ആവർത്തന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണത്. പലപ്പോഴും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അസ്ഥിക്കോലങ്ങളായി, ഫുഡ് കഴിക്കുവാൻ, ആഹാരം കഴിക്കുവാനില്ലാത്തവരായി ഏതാണ്ട് 6 മാസത്തോളം അതിനുള്ളിൽ കിടന്നപ്പോഴാണ് അവിടുത്തെ ഈ പടയാളികളിൽ, റോമൻ പടയാളികൾ ഒരുവൻ ഇത്രയും നാളായിട്ടും അവർക്കും വീട്ടിലൊന്നും പോകുവാൻ കഴിയത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു തീപ്പന്തം എടുത്ത് യെരുശലേം ദേവാലയത്തിലേക്ക് എറിയുവാനിടയായിത്തീർന്നു. യെരുശലേം ദേവാലയത്തിനുള്ളിലേക്ക് ഈ തീപ്പന്തം വന്നു വീഴുകയും യെരുശലേം ദേവാലയം മുഴുവനായി കത്തി നശിക്കുകയും ചെയ്തു. കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് തൻ്റെ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത അനുഗ്രഹീതമായ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന നിലയിൽ നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിലെ കല്ലുകളെല്ലാം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും താമ്രം കൊണ്ടും തീർത്തതാകിയാൽ ഈ പ്രത്യേകമായ ചൂടടിച്ച് അകത്തേക്ക് വീണ ഈ ആളുകളുടെ ഇടയിലേക്ക്, മരിച്ചു കിടക്കുന്ന ആളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് വീണ ഈ തീപ്പന്തം കത്തി. അങ്ങനെ ഈ ഓരോരോ കല്ലിൻ്റെയും ഇടയിലേക്ക് ഈ സ്വർണവും വെള്ളിയും താമ്രവും പോയി. ചരിത്രത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നുള്ളതുപോലെ ബുൾഡോസറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിരവധി ആനകളെ കൊണ്ടുവന്ന് ഓരോരോ കല്ല് പറക്കി മാറ്റി അതിൻ്റെ ഇടയ്ക്കുള്ളതായിരിക്കുന്ന സ്വർണവും വെള്ളിയും താമ്രവും ഒക്കെ അവർ റോമക്കാർ എടുത്തു. അവിടെ എടുക്കുമ്പോൾ ഒരു ചരിത്രത്തിൻ്റെ, പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ ആകുകയാണ്. കർത്താവ് പറയുന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അതൊരു വലിയ സംഭവമാണ്. AD 70 സംഭവിച്ച വലിയൊരു സംഭവമാണ്. അവർക്ക് മറക്കുവാൻ കഴിയാത്തൊരു സംഭവമാണ്. ഇന്നും യഹൂദന്മാർ മറക്കാതിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നും അവർക്ക് എന്തോ ഇല്ല, യെരുശലേം ദേവാലയം ഇല്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. AD 70 ശേഷവും ഏതാണ്ട് 80-നുള്ളിലുമായിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ചില ആളുകൾ AD 75, 77, 78 എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമുക്കങ്ങനെ ഒരു വ്യക്തത പറയുവാൻ കഴിയുകയില്ല. ഈ ലേഖനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പഴയ നിയമവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ടെന്നാണ്. പഴയ നിയമവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ചെറിയ ലേഖനം, എത്ര വാക്യം, വെറും 25 വാക്യങ്ങളുള്ളതായ ലേഖനത്തിൽ ആ ലേഖനം ചെയ്തിട്ടുണ്ട്. എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ പറ്റി പറയുന്നു, സാത്താൻ്റെ വീഴ്ചയുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ പറയുന്നു, സോദോം ഗോമോറയെ പറ്റി പറയുന്നു, മോശയുടെ മരണത്തെപ്പറ്റി പറയുന്നു, കയ്യീനെ പറ്റി പറയുന്നു, ബിലയാമിനെ പറ്റി പറയുന്നു, ഗോരഖനെ കുറിച്ച് പറയുന്നു, ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, ആദാമിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പല പരാമർശങ്ങളും ഈ ചെറിയ പുസ്തകത്തിൽ കാണുന്ന 25 വാക്യങ്ങളിൽ കാണുന്ന പല പരാമർശങ്ങളും പഴയ നിയമവുമായി ബന്ധമുള്ളതാണ്, പഴയ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ പൊതുവെ പുതിയ നിയമത്തിലെ പഴയ നിയമമെന്ന് എബ്രായ ലേഖനത്തെ വിളിക്കും. പുതിയ നിയമത്തിലെ പഴയ നിയമമെന്ന് എബ്രായ ലേഖനത്തിനെ വിളിക്കാറുണ്ട്. കാരണം പഴയ നിയമത്തിലെ വിവിധ വിഷയങ്ങളും എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു പഴയ നിയമത്തിലെ സകല കാര്യങ്ങളെക്കാട്ടിലും നിസ്തുല്യനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന എബ്രായ ലേഖനത്തെയാണ് നമ്മൾ പുതിയ നിയമത്തിലെ പഴയ നിയമമെന്ന് വിളിക്കാറുള്ളത്. എന്നാൽ ചില ദൈവദാസന്മാർ ഈ പുസ്തകത്തെയും ഒരു സെമി ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. പുതിയ നിയമത്തിൽ പഴയ നിയമം ഒരു ചെറിയ ആ നിലയിലുള്ള ഒരു ചെറിയ പുസ്തകമെന്ന് വിളിക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ തീം, വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് ബുക്ക്, ഇതിൻ്റെ പ്രമേയം, ഈ ലേഖനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്നുള്ളതാണ്. കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ തീം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുമാത്രമല്ല, ഈ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആണ്, വന്ദനങ്ങളാണ്. 3
4 വാക്യങ്ങൾ ലേഖനത്തിൻ്റെ സന്ദർഭമാണ്. ഒക്കേഷൻ ഓഫ് റൈറ്റിംഗ്, വിഷയത്തിൻ്റെ വ്യത്യാസം. എഴുതാൻ വന്നത് എന്താ വിഷയം എന്നറിയാമോ? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് യൂദ എഴുതാൻ ആരംഭിച്ചത്. നമ്മൾ 3-ാം വാക്യം വായിക്കുമ്പോൾ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതണമെന്നുള്ള പ്രയത്നമുണ്ടായി. അത് എഴുതണമെന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായി? ആ ആഗ്രഹം യൂദയ്ക്കുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നേരെ തിരിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് വിട്ടു. ഏത് വിഷയമാണ്? വിശ്വാസം എന്നുള്ള, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള മഹനീയമായ സന്ദേശമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത്. കണ്ടന്റ് ഫോർ ദി ഫെയ്ത്ത് എന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു വിഷയമാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ 3-4 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഒക്കേഷൻ ഓഫ് റൈറ്റിംഗ് ഇത് എഴുതുന്നതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. വിഷയത്തിൻ്റെ വ്യത്യാസപ്പെടുത്തിയതിൻ്റെ കാരണം എന്താ? കാരണം അറിയാമോ? ഇത് എഴുതിയതിൻ്റെ കാരണം, ഈ ലേഖനം എഴുതിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, വിശ്വാസത്യാഗികൾ അല്ലെങ്കിൽ സഭകളിലേക്ക് തെറ്റായ ഉപദേശവുമായി നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് കണ്ടുകൊണ്ട് എഴുതി. പത്രോസിൻ്റെ 2-ാം ലേഖനം എഴുതുന്നത് സംഭവിക്കുവാൻ പോകുന്നു എന്ന നിലയിലാണ്, പത്രോസിൻ്റെ 2-ാം ലേഖനം. എന്നാൽ യൂദ അത് എഴുതുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിലാണ്. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കത്തക്ക നിലയിൽ ആളുകൾ വരുന്നു, ദൂരദേശങ്ങൾ പഠിപ്പിക്കുന്നു, വിശ്വാസത്യാഗം പലയിടത്തും സംഭവിക്കുന്നു എന്ന് കണ്ട് അതിനെതിരെ എന്ന് വെച്ചാൽ വിശ്വാസത്തിനായി പോരാടണം എന്നുള്ള മനോഹരമായ ഒരു പ്രമേയവുമായിട്ടാണ് ഈ ലേഖനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ചില മുന്നറിയിപ്പാണ്. വാണിംഗ് ഓഫ് ഫോൾസ് ടീച്ചിങ് ആൻഡ് ടീച്ചേഴ്സ്, ദുരുപദേശത്തിനെതിരായിട്ടുള്ള ഒരു മനോഹരമായ മുന്നറിയിപ്പ്. നിരവധി കാര്യങ്ങൾ വാണിങ്സ് ആയിട്ട് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 5, 6, 7 വാക്യങ്ങളിൽ വിശ്വാസത്യാഗികൾക്ക് വന്ന ന്യായവിധിയെക്കുറിച്ച് ചരിത്രപരമായ ഉദാഹരണങ്ങൾ, 3 ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാം വാക്യത്തിൽ അവിശ്വാസിയായ ഇസ്രയേലിനെ കുറിച്ച് കാണുന്നു. അൺബിലീഫ്സ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്നു. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫോൾ ഓഫ് ദി ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സോദോം ഗോമോറയ്ക്ക് സംഭവിച്ചതായ വിഷയത്തെക്കുറിച്ച്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, മനോഹരമായ ചിത്രങ്ങൾ 5, 6, 7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യൂദയുടെ കാലത്തെ വിശ്വാസത്യാഗികളെക്കുറിച്ചുള്ള ഒരു വിവരണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫോൾസ് ടീച്ചേഴ്സ് ഓഫ് ജൂഡ്സ് ടൈം. യൂദയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസത്യാഗികളെക്കുറിച്ചുള്ള മനോഹരമായ വിവരണങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെപ്പറ്റി പറയുന്നത് ഇത് ഒരു ആത്മകമായ ലേഖനമാണ്. നമ്മളിതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് എഴുതി വച്ചിരിക്കുന്നത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും വളരെ കാവ്യാത്മകമായ നിലയിലാണ്. അത്രമാത്രം ഒരു മനോഹരമായ ഒരു കാവ്യം എങ്ങനെ ഒരു കവി തൻ്റെ പേന കൊണ്ടെഴുതി പൂർത്തീകരിക്കും എന്ന നിലയിൽ മനോഹരമായ കാവ്യാവിഷ്കാരം നമുക്കിതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. നല്ല പദപ്രയോഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആ നിലയിൽ അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യൂദയുടെ കാലത്തെ വിശ്വാസത്യാഗികളെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഒന്നാമതായിട്ട് അവരുടെ അപകീർത്തികരമായ സന്ദേശം വ്യക്തമാക്കുന്നു. രണ്ടാമതായിട്ട് അവരുടെ സ്വഭാവം വിശദമായി വിശദീകരിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ അപകീർത്തിപരമായ സന്ദേശം കാണുവാൻ കഴിയുന്നു.
their slanderous speech deplored എന്നുള്ള വാക്കാണ്. അവരുടെ അപകീർത്തിപരമായ സന്ദേശം 8 മുതൽ 10 വരെ ആരെപ്പറ്റി? വിശ്വാസത്യാഗികളെ കുറിച്ചുള്ളത്. രണ്ടാമതായി 11 മുതൽ 13 വാക്യങ്ങളിൽ their character graphically portrayed, അവരുടെ സ്വഭാവം വിശദമായി ചിത്രീകരിക്കുന്നു. 11 മുതൽ 13 വാക്യങ്ങളിൽ. 14 മുതൽ 16 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ their destruction prophesied, അവരുടെ നാശം പ്രവചിക്കുന്നു. 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾക്കായിട്ടുള്ള ഒരു പ്രബോധനമാണ്, എക്സോർട്ടേഷൻ ടു ദ ബിലീവേഴ്സ്. അവസാനത്തെ 2 വാക്യങ്ങൾ 24-25 കൺക്ലൂഡിംഗ് ഡോക്സോളജി, പ്രാർത്ഥന സ്തോത്ര ഗീതത്തോടുകൂടെ ഉപസംഹരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം 1 മുതൽ 25 വരെയുള്ളതായിരിക്കുന്ന ഉള്ളടക്കത്തെ നമുക്ക് 5 തിരിക്കാം. 1, അതിൻ്റെ 1-2 വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ്. 2, 3-4 വാക്യങ്ങൾ ലേഖനത്തിൻ്റെ സന്ദർഭം. 3, 5 മുതൽ 16 വാക്യങ്ങൾ ദുരുപദേശത്തിനെതിരായുള്ള മുന്നറിയിപ്പ്. 4, 17 മുതൽ 23 വാക്യങ്ങൾ എക്സോർട്ടേഷൻ ടു ദി ബിലീവേഴ്സ്, വിശ്വാസികൾക്കുള്ള പ്രബോധനം. അവസാനത്തെ 2 വാക്യങ്ങൾ കൺക്ലൂഡിംഗ് ഡോക്സോളജി 24-25. പ്രാർത്ഥന ഗീതമെന്നോ സ്തോത്രഗീതമെന്നോ ഒക്കെയാണ് ഡോക്സോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനോഹരമായ ഒരു ഉപസംഹാരത്തോടുകൂടെ പ്രാർത്ഥനയുടെയും അതുപോലെ ഒരു മനോഹരമായ ആരാധനയുടെയും സ്തോത്രത്തിൻ്റെയും വാക്കുകൾ വെച്ചുകൊണ്ട് ഒരു മനോഹരമായ ഉപസംഹാരം നമുക്കിതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഈ ലേഖനം പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ചില വിഷയങ്ങൾ 6 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസ്തലം വിട്ടുപോയ ദൂതന്മാർ. 9 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പ്രധാന ദൂതൻ ആരെ ഭത്സിക്കുന്നു? മോശയുടെ അടക്കത്തോടുള്ള ബന്ധത്തിൽ സാത്താനെ ഭത്സിക്കുന്നു. അതൊന്നും. അതുപോലെ തന്നെ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹാനോക്ക് പ്രവചിക്കുന്നു. ഈ 3 കാര്യങ്ങളും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. എങ്കിൽ തന്നെയും ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഒരല്പമായിട്ട് ആ വിഷയങ്ങൾ ചിന്തിക്കും. എന്തുകൊണ്ട് ആ പരാമർശങ്ങൾ ഇതിലുണ്ടായി? അതൊരു പക്ഷേ അപ്പോഗ്രിഫ ബുക്കുകളായ ഈനോക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലും അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ ഉള്ളതാണ്. എന്താണ് അതിവിടെ വന്നത് എന്നൊരു ചെറിയ ചിന്ത നമ്മൾ ആ ഒരു വിഷയം നമ്മൾ മുന്നോട്ട് പോകും തോറും ആ വിഷയം ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ കൺക്ലൂഷൻ അതിനൊന്നും ഇല്ല. ചില ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് മറുപടി പറയാനായിട്ട് കഴിയുകയില്ല. എന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുമായി സാധൂകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് പറഞ്ഞു മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പഠനം ഒരു പ്രത്യേക പഠനമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇന്നലെ ഒക്കെ നമ്മൾ ഇതിൻ്റെ പുറത്ത് നിന്ന് പല കാര്യങ്ങളും പറയുമായിരുന്നു. ഇന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. യൂദയുടെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ടൊരു കാര്യമാണ്. ഇതിന് ശേഷം വരുന്ന വെളിപ്പാട് പുസ്തകമാണ് അല്ലേ. അപ്പോൾ വളരെ കണക്റ്റഡാണ്, ലിങ്കാണ് ഈ പുസ്തകം. കാരണം അവസാന ഭാഗത്ത് മഹിമയും അതുപോലെ വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. അടുത്ത പുസ്തകം തുറക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മഹിമയെക്കുറിച്ചും തേജസ്സിനെക്കുറിച്ചും ഗ്ലോറിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവസാന ഭാഗം അത് കണക്റ്റഡാണ്. ഈ വെളിപ്പാടെന്നൊക്കെ പറയാം കേട്ടോ, ബുക്ക് ഓഫ് റെവലേഷൻ. അപ്പോൾ ആ വരാൻ പോകുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ എഴുത്തുകാരൻ്റെ ചില വെളിപ്പെടുത്തലുകൾ കാണുവാനായിട്ട് കഴിയുകയാണ്.
താൻ എന്തൊക്കെയാണ് വെളിപ്പെടുത്തുന്നത് അറിയാമോ? ഒന്നാമതായി താൻ പറയുന്നത് യേശുവിൻ്റെ ദാസൻ. യേശു എന്താണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം? പൊതുവെ പറഞ്ഞാൽ രക്ഷിതാവ്, രക്ഷകൻ അല്ലേ? യേശു എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു വിട്ട കാര്യമാണ്. പഴയ നിയമത്തിൽ യോശുവ, എബ്രായ വാക്ക്, അതിന് യോശുവ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് യേശു എന്നാണ്. യേശു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കുറിക്കുന്നു. മനുഷ്യ പേരുകളിൽ ഒന്നാണ്, ഹ്യൂമൻ നെയിംസ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഡിവൈൻ നെയിം എന്ന് പറയുന്നത്, ദൈവിക പേരെന്ന് പറയുന്നത് ക്രിസ്തു, കർത്താവ്, ദൈവം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ളത്, പ്രാർത്ഥിച്ച് അവസാനിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാത്രമാവരുത്. യേശു മനുഷ്യൻ മാത്രമല്ല, പിന്നെ ആരും കൂടെ, ദൈവം കൂടെ ആയതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിയുള്ള ബന്ധത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് നല്ലതാണ്. നീ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കാതൊന്നും ഇരിക്കുകയില്ല. എന്നാൽ ദൈവവചനം പഠിക്കുന്ന നമ്മൾ ആ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ മനുഷ്യനായി, ദൈവം മനുഷ്യനായി കടന്നു വന്ന യേശുവിൻ്റെ മനുഷ്യത്വത്തെയും 100% മനുഷ്യത്വത്തെയും 100% ദൈവത്വത്തെയും കുറിക്കുന്നു എന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ആണ് ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുള്ളത്. അത് ഒരു ഉപദേശപരമായ വിഷയമായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ ഈ ഒന്നാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹീ റിവീൽസ്, ചില കാര്യങ്ങൾ, എഴുത്തുകാരൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എന്താ വെളിപ്പെടുത്തുന്നത്? തൻ്റെ മനോഭാവം. ആരാ? യേശുവിൻ്റെ ദാസൻ. അർത്ഥാൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ മകനാണ്. എനിക്ക് സ്വന്തം വേണമെങ്കിൽ സഹോദരൻ വേണമെങ്കിൽ പറയാം, എന്നൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കയറി പറഞ്ഞു കളയും. പക്ഷേ ആ മനോഭാവം നോക്കിക്കേ, ആറ്റിറ്റ്യൂഡൊന്ന് നോക്കിക്കേ. യാക്കോബിൻ്റെ സഹോദരൻ ഞാൻ പറയുന്നുണ്ട്, എന്നാൽ യേശുവിൻ്റെ സഹോദരൻ വേണമെങ്കിൽ പറയാം, ശരി പവറാക്കിയിട്ട് വേണമെങ്കിൽ പറയാം, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളെന്നൊക്കെയാണ് പറയുന്നത് പോലെ യേശുവിൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ മകൻ എന്നൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞു ബോൺ സെർവൻറ്റ്, ഡൂലോസ് എന്ന പദപ്രയോഗം. സാധാരണ സെർവൻ്റ് അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ബോണ്ട് സെർവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിവെക്കപ്പെട്ട എന്നുള്ള ഒരു ആശയമാണ് അതിനകത്ത്. പലരും അത്രയും ചിന്തിക്കാറില്ല. പലരും ചിന്തിക്കുന്നത് ഡൂലോസ്, ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അടിമച്ചന്തയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദാസൻ എന്ന് പറഞ്ഞു പോകത്തേയുള്ളൂ. എന്നാൽ അതിൻ്റെ കറക്റ്റ് ആ വാക്കിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ബോണ്ട് സെർവൻ്റ് എന്ന് പറയുമ്പോൾ അവൻ അനങ്ങാൻ പോലും പറ്റാതെ കൈകാലുകൾ കെട്ടിവയ്ക്കപ്പെട്ട ഒരവസ്ഥയിലുള്ള ദാസൻ, ഒരു സെർവൻ്റ് എന്നുള്ള പദപ്രയോഗമാണ്. അതിനൊരു ആത്മീയ വശമുണ്ട്. പിശാചിൻ്റെ കെട്ടിനാൽ കെട്ടിവയ്ക്കപ്പെട്ടതായ നമ്മളെ ആ പാപത്തിൻ്റെ അടിമച്ചന്തയിൽ നിന്ന് വീണ്ടെടുപ്പ് എന്നുള്ള പദത്തിൻ്റെ മറ്റൊരു ആശയമാണിത്. വീണ്ടെടുപ്പ്, വാട്ട് ഈസ് റിഡംഷൻ. പാപത്തിൻ്റെ അടിമച്ചന്തയിൽ കെട്ടിവെക്കപ്പെട്ടതായ നമ്മളെ കർത്താവ് തന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. രക്തം ആർക്കാ കൊടുത്തത്? പിശാചിനാണ്? അല്ല, അത് ദൈവത്തിനാണ് കേട്ടോ. ആ കർത്താവ് തൻ്റെ രക്തം വിലയായി, കർത്താവ് തൻ്റെ രക്തം വിലയായി ദൈവത്തിന് കൊടുത്ത്, പിശാചിന് കൊടുത്തല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ദൈവത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുവാൻ പ്രൊഫിറ്റിയേഷൻ ഉള്ള പദപ്രയോഗമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് മറ്റൊരു ഭാഗമാണ്. തൻ്റെ മനോഭാവം, എന്താ മനോഭാവം? താൻ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. 2, യാക്കോബിൻ്റെ സഹോദരൻ. അത് തൻ്റെ കുടുംബ ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. യാക്കോബിൻ്റെ സഹോദരൻ. ഈ ദാസൻ എന്നുള്ള വാക്ക്
അതിനെപ്പറ്റി ഒരു ചെറിയ ആശയം നമുക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഒരു ബോണ്ട് സെർവൻ്റ് എങ്ങനെ ആയിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു 7 വർഷത്തിന് വേണ്ടിയാണ് അടിമച്ചന്തയിൽ നിന്നും ഇവരെ കൊണ്ടുപോകുന്നത്. 6 വർഷം കഴിയുമ്പോൾ ആ യജമാന് ഈ വ്യക്തിയെ ഫ്രീ ആയിട്ട് വിടാം, 7-ാമത്തെ വർഷം വിടാം. എന്നാൽ ചില അടിമകൾ പറയും, ഞാനിനി പോകുന്നില്ല, ഞാനിനി യജമാൻ്റെ കൂടെ നിൽക്കുകയാണ്, ഇനി ഞാൻ പോകുന്നില്ല, തിരിച്ചെങ്ങും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും? ആ കുണ്ടി എന്നിട്ട് തൻ്റെ വീടിൻ്റെ കട്ടളപ്പള്ളിയിലേക്ക് തൻ്റെ ചെവി ചേർത്ത് വെച്ച് ഒരു സുഷിരമിടും. അപ്പോൾ അവിടെ ഒരു ദ്വാരമിടും. പിന്നീട് ആ സെർവൻ്റ് അവിടെ പിന്നീട് ആ വീടുമായി അല്ലെങ്കിൽ ആ കുടുംബവുമായി അങ്ങ് ബന്ധം സ്ഥാപിക്കുകയാണ്. അവർ പിന്നെ വിട്ടുപോകത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആശയം നമുക്ക് എക്സോഡസ് പുറപ്പാട് പുസ്തകം 21-ന്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 പരാമർശങ്ങളാണ് ബോണ്ട് സെർവൻ്റ് എന്ന് പറയുന്നത്. ഒന്ന്, കെട്ടിവയ്ക്കപ്പെട്ടതെന്നും, 2 ഈ ആശയവുമായി ബന്ധപ്പെട്ടും ഈ ചെവി കുത്തി ആ വീട്ടിൽ മാത്രം നിൽക്കുന്ന വ്യക്തിയാണ് ഡൂലോസ് എന്നുള്ള പദപ്രയോഗം 127 പ്രാവശ്യം ഈ വാക്ക് പുതിയ നിയമത്തിൽ ഡൂലോസ് എന്ന അടിമ എന്ന വാക്ക് 127 പ്രാവശ്യം കാണുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി യേശു എന്നുള്ള പദത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 975 പ്രാവശ്യം യേശു എന്നുള്ള പദം കാണുവാൻ കഴിയുന്നു. ക്രിസ്തു എന്നുള്ള വാക്ക് 569 പ്രാവശ്യം, ക്രിസ്റ്റോസ്. ദാസൻ എന്നുള്ള പദം, അടിമ എന്നുള്ള വാക്ക്, ഡൂലോസ് എന്നുള്ള പദം 127 പ്രാവശ്യം 119 വാക്യങ്ങളിലായി കാണുവാൻ കഴിയുന്നു. സെർവൻ്റ് എന്നുള്ള വാക്ക് 120 പ്രാവശ്യം, ബോണ്ട് എന്നുള്ള പദം 6 പ്രാവശ്യം, ബോണ്ട് മാൻ എന്നുള്ള പദം 1 പ്രാവശ്യം, അങ്ങനെ ഇത് കാണുവാൻ കഴിയുന്നു. സെർവൻ്റ് എന്നുള്ള ആ ഒരു വാക്ക് പഴയ നിയമത്തിൽ പല ഭാഗത്തും കാണുവാൻ കഴിയുന്നു. അവരിലേക്ക് പോകുന്നില്ല. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദാസൻ തൻ്റെ മനോഭാവം വെളിപ്പെടുത്തുന്നു. 2, തൻ്റെ കുടുംബബന്ധം വെളിപ്പെടുത്തുന്നു. ആരാ? യാക്കോബിൻ്റെ സഹോദരൻ എന്നാണ് പറയുന്നത് 1-ാം വാക്യത്തിൽ, അല്ലേ? സഹോദരൻ, അഡൽഫോസ്. 346 പ്രാവശ്യം ആ വാക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. അഡൽഫോസ് ന്യൂസ് നിങ്ങൾ കേട്ടില്ല, അത് സഹോദരൻ എന്നുള്ള പദപ്രയോഗമാണ്. നമ്മൾ മൂന്നാമതായി 1-ാം വാക്യം പഠിക്കുമ്പോൾ ദൈവസഭയുടെ പ്രത്യേകതകളെക്കുറിച്ച്, ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അവിടെ കാണാം. 3 കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. ഒന്ന്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഉള്ള ആത്മീയ അനുഗ്രഹങ്ങൾ. ഒന്ന്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് ദൈവസഭ, ദൈവമക്കൾ. അതൊരു പ്രത്യേകതയാണ്. അത് 1-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. 2-മതായി, യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നവരാണ്. 3-മതായി, വിളിക്കപ്പെടുന്നവരാണ്. 3 കാര്യങ്ങൾ ദൈവമക്കളുടെ, ദൈവസഭയുടെ 3 അതുല്യമായ സ്വഭാവങ്ങൾ. ഒന്ന്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു. അതിന് ഇംഗ്ലീഷിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു നല്ലൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാൻറ്റിഫൈഡ്. സ്നേഹവുമായി ഒരു ബന്ധവുമില്ല, എങ്കിലും അത് അല്പം കൂടെ ഡീപ്പാണ്. പിതാവായ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. സാൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്, സാൻറ്റിഫിക്കേഷൻ എന്നുള്ള പദപ്രയോഗമാണ്. മലയാളത്തിൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഏകദേശമൊക്കെ അടുത്തടുത്ത് പോകുന്ന വാക്യങ്ങളാണ്. 2-മതായി, യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നു. പ്രിസേർവ്ഡ്, പ്രൊട്ടക്റ്റഡ്, പ്രിസേർവ്ഡ്. നമ്മളെ സൂക്ഷിക്കുന്നു, രക്ഷയുടെ ഭദ്രത. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു എന്നുള്ളത്. 3-മതായി, വിളിക്കപ്പെട്ടവർ, ഇലക്ഷൻ അല്ലേ? ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എന്ന് കാണുവാൻ കഴിയുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇലക്ഷനെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, അത് 3ഉം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആ 3 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം
2-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വർധന ഉണ്ടാകേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറയും. ബൈബിൾ ഉണ്ടെങ്കിലൊന്ന് എടുത്ത് യൂദയുടെ ലേഖനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വർധന ഉണ്ടാകേണ്ടത്? നിങ്ങൾക്ക് കരുണയും സമാധാനവും വർദ്ധിക്കുമാറാകണം. ഇതൊരു പ്രത്യേക പദപ്രയോഗമാണ്. ഇത് മറ്റൊരു ലേഖനങ്ങളിലും കാണുന്നില്ല. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ഗ്രീറ്റിങ്സ് പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 വർദ്ധിച്ചു വരയണം. ഏതൊക്കെയാ? കരുണ, കമ്പാഷൻ, 2 സമാധാനം, 3-ാമതായിട്ട് അല്ലെങ്കിൽ പീസ്, ഇംഗ്ലീഷിൽ പീസ്, 3-ാമതായിട്ട് സ്നേഹം. ആ പദപ്രയോഗം അഗപ്പെ എന്നുള്ള വാക്കാണ്. കരുണ എന്നുള്ളത് 28 പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. പുതിയ നിയമത്തിൽ 28 പ്രാവശ്യം കരുണ എന്നുള്ള പദപ്രയോഗം. സമാധാനം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ 92 പ്രാവശ്യം കാണുവാൻ കഴിയുന്നു. അഗപ്പെ എന്നുള്ള അഗപ്പോസ് എന്നുള്ള പദപ്രയോഗം അത് നമുക്ക് 116 പ്രാവശ്യം കാണുവാൻ കഴിയുന്നു. അഗപ്പെ അത് ദൈവീയ സ്നേഹത്തെ, സാക്രിഫിഷ്യൽ ലവ്, ദൈവത്താൽ ഉള്ള യാഗപരമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ് അഗപ്പെ എന്നുള്ളത്. മറ്റു വാക്കുകൾ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹം, അഗപ്പെ എന്നുള്ള പദപ്രയോഗമാണ്. 116 പ്രാവശ്യത്തോളം നമുക്കത് കാണുവാൻ കഴിയുന്നു. ഇത് 3 എന്ത് ചെയ്യണം? അത് അബൗണ്ട് എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൾട്ടിപ്ലൈ, അബണ്ടൻസ്, മൾട്ടിപ്ലൈ, വർദ്ധിക്കണം. ഇത് 3 നമ്മൾ ഉണ്ടാക്കട്ടെ, ഇരിക്കട്ടെ എന്നുള്ളതല്ല, അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളിൽ നിന്ന് കരുണ ഒഴുകി മറ്റുള്ളവരിലേക്ക് ചെല്ലണം. സമാധാനം നമ്മളിൽ നിന്ന് ഒഴുകി മറ്റുള്ളവരിലേക്ക് ചെല്ലണം. അതുപോലെ ദൈവസ്നേഹം അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു മനോഹരമായ വാക്കുകളാണ് ഇതിൽ പ്രത്യേകിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, 3-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1-2 വാക്യങ്ങൾ ചുരുക്കമായി ചിന്തിക്കുവാനിടയായി. 3-ാം വാക്യം ഒന്ന് വായിച്ച്. പൊതുവിലുള്ള പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്നെനിക്ക് തോന്നി. ചിന്തിച്ചു വെച്ച വിഷയം എന്തുവാ? യൂദ ചിന്തിച്ചു വെച്ച വിഷയം, എഴുതാൻ പ്രയത്നം ചെയ്ത വിഷയം എന്ന് പറഞ്ഞാൽ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ്. നല്ല സബ്ജക്റ്റ് ആയിരുന്നേക്കാം ഒരു പക്ഷേ, പ്രിപ്പയറൊക്കെ ചെയ്ത് അതിനെപ്പറ്റി എഴുതാനുള്ള നിലയിൽ താനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വന്നിരുന്നേക്കാം. ഓക്കെ, ദൈവാത്മാവാണല്ലോ ഇതെല്ലാം കൊടുക്കുന്നത്. പെട്ടെന്ന് ആവശ്യം തോന്നി. ആ തോന്നി എന്നുള്ള പദപ്രയോഗത്തിന് അതിൻ്റെ കറക്റ്റ് വാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇലൂമിനേഷൻ എന്നുള്ള ആശയമാണ്. ഒരു പ്രകാശനമുണ്ടാകും. എങ്ങനെ? ഈ കാര്യത്തെക്കുറിച്ചല്ല, ഇനി പോരാടേണ്ടതിൻ്റെ ആവശ്യകത എന്നതിനെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പോരാടണം. കാരണം അവിശ്വാസവും വിശ്വാസ ത്യാഗങ്ങളും തെറ്റായ ഉപദേശങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. AD 70 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണല്ലോ താൻ എഴുതുന്നത്, ഏകദേശം ആ സമയത്താണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി തന്നോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, പൊതുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് എഴുതണ്ട. എന്ത് എഴുതാനാണ് പറഞ്ഞത്? വിശ്വാസത്തെക്കുറിച്ച് പോരാടേണ്ടതിൻ്റെ ആവശ്യകത എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എന്താ കാണുന്നത്? യഥാർത്ഥ വിശ്വാസം വിട്ട്, യഥാർത്ഥ ആത്മീയ സത്യങ്ങൾ വിട്ട് തെറ്റായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രോസ്പെരിറ്റി ഗോസ്പലെന്നോ വേറെ എന്തൊക്കെയോ നമുക്ക് പറയാം, അത്ഭുതമെന്നോ അടയാളമെന്നോ മറ്റു കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ പുറകെ ഓടുകയാണ്. വിശ്വാസത്തിൻ്റെ പോരാട്ടം കഴിക്കേണ്ട നമ്മൾ, സത്യവചനത്തിൻ്റെ അമൂല്യമായ സത്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പോരാടേണ്ട നമ്മൾ
അതിനുവേണ്ടി നിൽക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ലേഖനം എഴുതുന്നതിൻ്റെ അന്തസത്ത, ഇതിൻ്റെ തീമെന്ന് പറയുന്നതിന് അതാണ്, കണ്ടന്റ് ഫോർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ളതാണ്. അപ്പോൾ 3-ാം വാക്യത്തിൽ പ്രിയരെ, ബിലവഡ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം അഗപ്പെ എന്നാണ്. ദൈവീയ സ്നേഹബദ്ധമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്ക്. ഓക്കെ, അഗപ്പേറ്റോസ് എന്നുള്ള പദപ്രയോഗമാണ് നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഭിസംബോധന ചെയ്യുന്നത് പ്രിയരെ എന്നുള്ള നല്ലൊരു പദപ്രയോഗമാണ്. പ്രിയരെ, വളരെ സ്നേഹത്തോടുകൂടെ താൻ അവർക്ക് എഴുതുകയാണ്. അപ്പോൾ യൂദ എഴുതുവാൻ ഇരുന്ന വിഷയം പൊതുവുള്ള രക്ഷയാണ്. അതിനുവേണ്ടി പ്രയത്നം ചെയ്തു. ഡിലിജൻസ്, ബിസിനസ്, ഏണസ്റ്റ് കെയർ എന്നൊക്കെയാണ് ആ പ്രയത്നം ചെയ്തു എന്നുള്ള പദത്തിൽ. എന്നുവെച്ചാൽ താൻ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഡിലിജൻറ്റ് ബിസിനസ്, അപ്പോൾ അങ്ങനെയൊക്കെ. അതുപോലെ ഏണസ്റ്റ് കെയർ ഒക്കെ കൊടുത്തു. ഏത് വിഷയം എഴുതാനാ? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. പെട്ടെന്ന് ദൈവം അവിടെ ആ ഭാഗം തന്നെ പരിശുദ്ധാത്മാവ് മറ്റൊരു വിഷയത്തിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ചില സമയത്ത് നമ്മളായാലും ദൈവദിനം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളല്ല ഒരു പക്ഷേ ആ ആശയങ്ങളാണെങ്കിൽ തന്നെയും അതേ കാര്യം തന്നെ മറ്റൊരു നിലയിലൊക്കെ ചിലപ്പോൾ അവതരിപ്പിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, ഇന്ന് വെളിപ്പാടുകളൊന്നുമില്ല കേട്ടോ. ഇന്ന് വെളിപ്പാടുണ്ട്. ഇന്ന് നമുക്കുള്ളത് ഇലുമിനേഷനാണ്. ഇന്ന് നമുക്ക് പ്രകാശനമാണുള്ളത്. ദൈവജനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രകാശനം നമുക്കുണ്ട്. എന്നാൽ അന്ന് ഇത് യൂദയുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ആ കാര്യം മാറ്റിയിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് അത് മാറ്റി വെക്കാൻ പറഞ്ഞു. ആ പുസ്തകം മടക്കി വെക്കാൻ പറഞ്ഞു. അടുത്തൊരു വിഷയത്തിലേക്ക് താൻ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ താൻ പ്രയത്നം ചെയ്തു. ഡിലിജൻസ് എന്നുള്ള പദപ്രയോഗം, അതാണ് ഞാനൊരു ആശയം പറഞ്ഞത്. ബിസിനസ് എന്നോ ഏണസ്റ്റ് കെയർ എന്നൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പുതിയ വിഷയം എന്താ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. ഇത് വെറും ഈ വിശ്വാസം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചും വിശ്വാസത്തിൽ ഉറക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഡോക്ട്രിൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദപ്രയോഗമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ സംഹിതകൾ, ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തിരുവചനത്തിലൂടെ, പ്രകാശനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന വിശ്വാസ സംഹിതകളെ നമ്മൾ പിടികൊള്ളേണ്ടതിനെക്കുറിച്ചും, അത് മാത്രമല്ല അതിനുവേണ്ടി എന്ത് ചെയ്യണം? യു ഹാവ് ടു പോരാടണം, അല്ലേ? ആ ഒരു പദപ്രയോഗം നമുക്ക് കാണുന്നു. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാടുക എന്നുള്ളതിന് വാദിക്കുക, എതിർവാദം ചെയ്യുക, പൊരുൾ തിരിച്ചു കൊടുക്കുക, മത്സരിക്കുക, മല്ലിടുക, ഷണ്ട കൂടുക എന്നൊക്കെയാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. ഏതാ ഈ കണ്ടന്റ്? അവിടെ പോരാടുക എന്നുള്ള വാക്കിൻ്റെ വിവിധ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അതിലും എല്ലാ വാക്കും നമുക്ക് ഷണ്ട കൂടുക നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയല്ല. ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഒരു മലയാളത്തിലൊരു പദത്തിന് തന്നെ പല ആശയങ്ങളുണ്ടല്ലേ. എല്ലാം എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഗ്രീക്കിലും ഒരേ വാക്കിന് തന്നെ പല വാക്കുകളും ആശയങ്ങളും അതിൻ്റേതായിരിക്കുന്ന സ്വഭാവം അനുസരിച്ച്, അതിൻ്റേതായ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ലോസ് അനുസരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കണ്ടന്റ് എന്നുള്ള പദപ്രയോഗം എതിർവാദം ചെയ്യുക എന്നുള്ള വാക്കാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതിനുവേണ്ടി പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി വരുന്ന കാര്യങ്ങൾക്കെതിരെ കാര്യങ്ങൾ പറയുക. പത്രോസ് ലേഖനത്തിലും അതിന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. എന്താ വായിക്കുന്നത്? നിങ്ങളുടെ പ്രത്യാശയ്ക്ക് എതിരായി പറയുന്നവർക്കെതിരെ നിങ്ങൾ പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, അല്ലേ? പ്രതിവാദം പറയാൻ ഒരുങ്ങിയിരിക്കണം പ്രത്യാശയ്ക്കെതിരായി. ഇവിടെ വിശ്വാസം എന്നുള്ള വാക്കോട് ചേർത്തത് പറയുകയാണ്. അപ്പോൾ വിഷയം എന്താ? ഫെയ്ത്ത്, പിസ്റ്റീസ്, ബിലീഫ്. 244 പ്രാവശ്യം ഈ വാക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥമാണ് വിശ്വാസം. ഇത് പഴയ നിയമത്തിൽ ആശ്രയം, ട്രസ്റ്റ് എന്നുള്ള
വാക്കുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പദത്തിന് അല്പം കൂടെ ഒരു ഇച്ചിരി കൂടെ ഒരു വെയിറ്റ് അതിനകത്ത് കാണുകയാണ്. ആശ്രയത്തെക്കാട്ടിലും അല്പം കൂടെ ഒരു ആശയമാണിതിന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, വിശുദ്ധന്മാർക്കുള്ളതാണ്. വിശ്വാസം ആർക്കുള്ളതാ? വിശുദ്ധന്മാർക്കുള്ളതാണ്. രണ്ട്, ഒരിക്കൽ പരമേൽപ്പിക്കപ്പെട്ട, ഒരിക്കൽ. മൂന്ന്, പരമേൽപ്പിക്കപ്പെട്ടതാണ്, നമ്മളിൽ അത് സ്ഥാപിതമാണ്, നമ്മളിൽ നൽകപ്പെട്ടതാണ്. പിന്നെന്ത് ചെയ്യണം? ഇതിനു വേണ്ടി പോരാടണം. 4 കാര്യങ്ങളാണ് ഈ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ. ഒന്ന്, ഇത് വിശുദ്ധന്മാർക്കാണ്. 2, ഇതൊരിക്കലായി നൽകപ്പെടുന്നതാണ്. 3, ഇത് പരമേൽപ്പിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. 4, ഏണസ്റ്റ്ലി കണ്ടന്റ്, പോരാടേണ്ടതാണ്, വാദിക്കേണ്ടതാണ്, എതിർവാദം ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് പോരാടേണ്ടത് എന്നതിനെക്കുറിച്ച് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 4-ാം വാക്യം, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ഓക്കെ, എന്തിനു വേണ്ടിയാണ് പോരാടേണ്ടതിനെ കുറിച്ചുള്ള നല്ല ഒരു വിവരണം അവിടെ ഉണ്ട്. ഇതിൻ്റെ മേളിലൊരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യകതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വാക്യത്തിൽ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, അപ്പോൾ ഈ വിശ്വാസത്യാഗികളുടെ പ്രത്യേകത, അവരാരെ നിഷേധിക്കും? യേശുക്രിസ്തുവിനെ നിഷേധിക്കും. ഇനി പല കാര്യങ്ങളുണ്ട്. വായിക്കുന്ന ഇങ്ങനെയാണ്, അഭക്തർ. അവർ ഭക്തരാണോ? അഭക്തരാണ്. അപ്പോൾ പിന്നീട് വായിക്കുന്നു, അങ്ങനെയുള്ള ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു, അല്ലേ? ചില ആളുകൾ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ യൂദ ഇത് എഴുതുന്ന സമയത്ത് ചില സ്ഥലം സഭകളിൽ അത് ആർക്ക് എഴുതിയെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒരു പക്ഷേ യഹൂദ വിശ്വാസത്തിൽ നിന്നും കർത്താവിലേക്ക് കടന്നു വന്ന ആളുകളായിരിക്കാം, ഇമ്മീഡിയറ്റ് റെസിപ്പിയൻസ് അവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കൊള്ളട്ടെ. അവരുടെ ഇടയിൽ ഇപ്പോൾ ആരുണ്ട്? വിശ്വാസികളുടെ ഇടയിൽ ആരുണ്ട്? നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നേ. വിശ്വാസത്യാഗികൾ വന്നിട്ടുണ്ട്. അവരാരാ? രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല. വിശ്വാസത്യാഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരല്ല. അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. ഇന്നലെ പറഞ്ഞ പോലെ മാനസാന്തരമൊക്കെ ചിലപ്പം കാണും, രക്ഷിക്കപ്പെട്ട് കാണത്തില്ല. മാനസാന്തരപ്പെട്ട് കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മനമാറ്റം ഉണ്ടായി കാണും. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളി പോവാറുണ്ട്, ടൈത്ത് കൊടുക്കാറുണ്ട്, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുമെന്നാൽ യഥാർത്ഥത്തിൽ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരല്ല. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെന്ന് പറഞ്ഞവരാരാ? അവിടെ തന്നെ പറയുന്നു, ക്രിസ്തുവിനെ നിഷേധിക്കപ്പെട്ടവരാണ് അല്ല. എങ്ങനെയാണ് ക്രിസ്തുവിനെ ക്രിസ്തു ഹൃദയത്തിലുള്ളവർ എങ്ങനെ ക്രിസ്തുവിനെ നിഷേധിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെയുള്ളവരല്ല. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരല്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട നിരവധി അടയാളങ്ങൾ അവരെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു 7 കാര്യങ്ങൾ, 7 സൈൻസ് ഓഫ് ദി ഫോൾസ് ടീച്ചേഴ്സ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. ഒന്ന്, എ ഫാൾസ് ടീച്ചർ മിക്സസ് ഹെറസി വിത്ത് ട്രൂത്ത്. തെറ്റ് സത്യമായി ചേർത്ത് പഠിപ്പിക്കുന്നവരാണ് ആര്? വിശ്വാസത്യാഗികൾ. തെറ്റായി പഠിപ്പിക്കുന്നവർ. തെറ്റ് സത്യത്തോട് ചേർത്ത് പഠിപ്പിക്കും. മനസ്സിലാവത്തില്ല, അത് വിചാരിക്കും അത് ശരിയാണെന്ന് വിചാരിക്കും. ഒന്ന്. രണ്ടാമതായിട്ടുള്ള കാര്യം, ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർ അഭക്തരാണ്. അവരെ പറ്റിയുള്ള മറ്റൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായിട്ട്, ദൈവകൃപയെക്കുറിച്ച്
അല്ലെങ്കിൽ ദൈവകൃപയെ മറിച്ച് പാപം ചെയ്യുവാൻ ലൈസൻസ് കൊടുക്കുന്നവർ. ഒക്കെ പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നേ. ശരിയൊക്കെ പാവമൊക്കെ ചെയ്താലും ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവ് ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവർ അങ്ങനെ പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അപ്പോസ്റ്റൽസ് ഇവരെ പറ്റിയാണ് പറയുന്നത്, വിശ്വാസത്യാഗികളെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് ക്രിസ്തു യേശുവിനെ നിഷേധിക്കുന്നവർ, ഏകരക്ഷകനെന്ന് നിഷേധിക്കുന്നവർ. ഇന്ന് ഈ എന്നാ അതിന് പറയുക, എല്ലാവരും കൂടെ ചേർന്നിട്ട് എക്കുമനിക്കും അല്ലെ, എക്കുമനിക്കും പ്രസ്ഥാനം എന്ന് വളർന്നുകൊണ്ടിരിക്കുക. നമ്മളും വേണം, അവരും വേണം. അപ്പം ഹിന്ദുക്കൾ വന്നോട്ടെ, അവർ കൃഷ്ണനെ ദൈവമായിട്ട് ആരാധിച്ചോട്ടെ, നമ്മൾ യേശുവിനെ ആരാധിക്കട്ടെ, അള്ളയെ അവരെ ആരാധിച്ചോട്ടെ, നമ്മളെല്ലാവരും ഒരു കുട കീഴിൽ. അതൊരാശയം ഇന്ന് ഒത്തിരി കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്ത് ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ചിന്താഗതികൾ. എന്നാൽ ഇവിടെ പറയുന്നത് ഏകരക്ഷകനെന്ന് നിഷേധിക്കുന്ന, അതും അവരുടെ ഒരു പ്രത്യേകതയാണ്. എക്കുമനിക്കൽ, നമുക്കറിയാം എക്കുമനിക്കൽ 3 ഗ്രൂപ്പാണ് പൊതുവെ: എക്കുമനിക്കൽ, ഇവാഞ്ചലിക്കൽ, ഫണ്ടമെൻ്റൽസ്. എക്കുമനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്താഗതി എല്ലാം ഉണ്ട്, എല്ലാവരും വന്നോട്ടെ എന്നുള്ള ആശയം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഇവാഞ്ചലിക്കൽ ചിന്താഗതി. അത് പല സഭകളും ഇവാഞ്ചലിക്കൽ ചിന്താഗതിയാണ്. എന്തോ ആയിക്കോട്ടെ, സുവിശേഷം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്താഗതി. ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ, പക്ഷേ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ മതി, ആ ഒരു ചിന്താഗതിക്കാരെയാണ്. രണ്ടാമത്തെ പേര് ഞാൻ പറഞ്ഞത് ഇവാഞ്ചലിക്കൽ. മൂന്നാമതായിട്ട് ഫണ്ടമെൻ്റൽസ്, ദൈവവചനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കണം. ദൈവവചനത്തിൻ്റെ ആശയങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാൻ ഇടയാകാതെ മനസ്സിലാക്കണം. ഇന്ന് രാവിലത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ബൈബിൾ ഓൺ കൾച്ചർ എന്നുള്ള വിഷയം പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും മാറ്റി പറയുന്നതും, കൾച്ചർ മനസ്സിലാക്കാൻ, സംസ്കാരം മനസ്സിലാക്കാതെ ബൈബിൾ പഠിപ്പിക്കുന്നതും ഒക്കെ ഒത്തിരി ഇന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറൽ ഇൻ്റർപ്രിട്ടേഷൻസ്, അതുപോലെ സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷൻസാണ് കൂടുതലും. ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷന് അധികമില്ല. ലിബറലായിട്ട് പോകുന്നു ഒരു ഗ്രൂപ്പ് ആൾക്കാർ, മറ്റൊരു ഗ്രൂപ്പ് ആൾക്കാർ സ്പിരിച്വലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. എന്നാൽ ലിറ്ററലായിട്ട് നമ്മുടെ കയ്യിൽ ദൈവവചനം തന്നിരിക്കുകയല്ലേ, ഇതിനകത്തൊരു വെളിപ്പാടിൻ്റെ ആവശ്യമില്ല. വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ കയ്യിൽ ദൈവവചനം തന്നിരിക്കുന്ന ഇതിനകത്തെല്ലാം ഉണ്ട്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് വേണം. എങ്ങനെ? പ്രകാശനം ലഭിക്കണം, ഇലൂമിനേഷൻ ഉണ്ടാകണം. അപ്പോൾ ഇലൂമിനേഷൻ, പ്രകാശനത്താൽ വെളിപ്പെടുത്തി കിട്ടിയ ഈ ദൈവവചനം, ദൈവശ്വാസ്യമായി ദൈവവചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് പ്ലീനറി ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകണം. പ്ലീനറി ഇൻസ്പിറേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അതിൻ്റെ ലിറ്ററൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കഥയൊന്നും വെക്കരുത് ഇതിനകത്ത്. ഇഷ്ടംപോലെ കഥകളാണ് ഇതിനകത്ത്. ക്യാപ്പ് തിയറിയെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് സയൻസിനെയും മറ്റുള്ളവരെയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കഥകളായിട്ടൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അനേകരെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ദൈവവചനം നമുക്ക് ഓപ്പണായിട്ട് തന്നിരിക്കുമല്ലോ, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ലിറ്ററലായിട്ട് പോയാൽ മതി. ഓക്കെ, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഏക രക്ഷകനെ നിഷേധിക്കുന്നവർ. 4. അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, തങ്ങളുടെ സ്വപ്നങ്ങളും തോന്നലുകളും ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നവർ. കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു തോന്നലുണ്ടായി, അത് വന്ന് പറയുന്നവർ. താഴോട്ട് വായിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ, പിന്നീട് നമ്മൾ വായിക്കും, അവിടെയൊക്കെ ആ വിഷയങ്ങൾ രേഖപ്പെടുന്നു. അവരൊക്കെ ആരാ? സ്വന്തം താല്പര്യപ്രകാരം ദൈവവചനം പറയുന്നവർ. അതൊന്നും പറയാനുള്ള അധികാരം ദൈവവചനം തന്നിട്ടില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, യഥാർത്ഥമായി എന്നുള്ള പദപ്രയോഗത്തിന് നമ്മളിന്ന് രാവിലെ ചിന്തിക്കുകയുണ്ടായി. വി ഹാവ് ടു കെയർ എന്നുള്ള പദപ്രയോഗമാണ്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മളിത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ, തങ്ങളുടെ സ്വപ്നത്തെയും തോന്നലുകളെയും ദൈവവചനമെന്ന് പഠിപ്പിക്കുന്നവർ.
കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നവർ, ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ചില കർത്തൃത്വങ്ങളുണ്ട്. സഭയുള്ള ബന്ധത്തിൽ എൽഡേഴ്സായിട്ട്, പാസ്റ്റേഴ്സായിട്ട്, അല്ലെങ്കിൽ സുവിശേഷകന്മാരായിട്ട്, ഉപദേശകന്മാരായിട്ടൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന ചില വ്യവസ്ഥകൾ, ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന കർത്തൃത്വങ്ങൾ, അതിനെ തുച്ഛീകരിക്കുക, അതിനെ നീക്കിക്കളയുക, അതിനെ അനുസരിക്കാതിരിക്കുക. അവരാരാ? വിശ്വാസത്യാഗികളാണ്. അത് മാത്രമല്ല, ഏഴാമതായി അത്യാർത്തിയോടുകൂടെ വിതയ്ക്കുന്നവർ, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ജീവിക്കുന്നവർ. ദ്രവ്യം ഇത് മാത്രമാണ്, സമ്പത്തുണ്ടാക്കണം എന്നുള്ള ഒരേ ഒരു കാര്യം. അത് പിന്നീട് നമ്മൾ ചിന്തിക്കും, 11-ാം വാക്യത്തിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ നമുക്ക് 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. നമുക്കിനി 5-ാം വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് 5-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 5 മുതൽ അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശത്തിനെതിരായിട്ടുള്ള മുന്നറിയിപ്പ്, വാണിംഗ് ഓഫ് ഫോൾസ് ടീച്ചിങ്. പ്രധാനമായിട്ട് ആ ഒരു വിഷയമാണ് 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അതിലെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് 5, 6, 7 വാക്യങ്ങൾ, 5 മുതൽ 7 വാക്യങ്ങളിൽ ഒന്നാമതായി വിശ്വാസത്യാഗികൾക്ക് വന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ചരിത്രപരമായ 3 ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നു. 3 ഉദാഹരണങ്ങൾ. ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ടു ദി അപ്പോസ്റ്റേറ്റ്സ് 5-7. അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇസ്രയേലിൻ്റെ അവിശ്വാസത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൺബിലീഫ്സ് ഓഫ് ഇസ്രയേൽ. 6-ാം വാക്യത്തിൽ ദൂതന്മാരുടെ വീഴ്ച, ഫാളൻ ഓഫ് ദി ഏഞ്ചൽസ്. 7-ാം വാക്യത്തിൽ സോദോം ആൻഡ് ഗോമോറ. ഈ 3 പഴയ നിയമത്തിൽ സംഭവിച്ച 3 ഉദാഹരണങ്ങൾ. പഴയ നിയമത്തിൽ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയുന്നു. 6-ാം വാക്യത്തിൽ ഒരല്പം സംശയം ഉണ്ട്, അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവീക നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ അവരുടെ ജഡത്തിൻ്റെ സംതൃപ്തിക്കായി അവർ വീണ്ടും വീണ്ടും മത്സരിച്ചതായിട്ട് കാണുന്നുണ്ട് ഇസ്രായേൽ മക്കൾ. അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, വെള്ളത്തിനായിട്ടും ആഹാരത്തിനായിട്ടും വിഗ്രഹത്തിനായിട്ടും ഒക്കെ അവരെന്ത് ചെയ്തു? പിറുപിറുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. വിശ്വാസമില്ലായ്മയുടെ ഫലമായിട്ട് ആണവർ ഇത് ചെയ്തത് എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വിഷയത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് ചില പരാമർശങ്ങൾ അവിടെ പറയുന്നു. ഇതിൽ നിന്നുള്ള പാഠം എന്താണ്? പെട്ടെന്ന് പോവുകയാണ്. ഈ ഒരു വിഷയം നമ്മൾ കാണുമ്പോൾ വാട്ട് ഈസ് ദി ആപ്ലിക്കേഷൻ ഫ്രം ദിസ്? ഈ ഒരു ചിത്രീകരണത്തിൽ നിന്നും, ഉദാഹരണത്തിൽ നിന്നും, എക്സാമ്പിളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ എന്താണ്? പാഠം എന്താണ്? ഒന്ന്, ദൈവത്തിന് നാം യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയാം. ദൈവത്തിനറിയാം നാം ആരാണെന്നുള്ളത് ദൈവത്തിന് അറിയാം. 2, ദൈവത്തിൻ്റേതല്ലാത്തവർ നശിപ്പിക്കപ്പെടും, നശിക്കും. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിലും ഇതേ വിഷയം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടുത്തെ വിശ്വാസമില്ലായ്മയെക്കുറിച്ചാണ് 5-ാം വാക്യത്തിൽ കാണുന്നത്. ഇനി 6-ാം വാക്യത്തിലേക്ക് വരാം. ദൂതന്മാരുടെ വീഴ്ച 6-ാം വാക്യത്തിൽ അവരെപ്പറ്റി പറഞ്ഞത് വാസ്തലം കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരെ പറ്റിയാണ്.
അവർ ആയിരിക്കേണ്ട ഇടം വിട്ടുപോയവരാണ്, പാടില്ലാത്ത സ്ഥലത്തേക്ക് പോയവരാണ്. അവർ പാപം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവർ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നില്ലെങ്കിലും അവർ വിട്ടുപോയി എന്നുള്ളത് പാപമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അവർ വിട്ടുപോയി എന്നുള്ളത് പാപമാണ്. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു 4 ചിന്താഗതികളാണ് ഇതിനോട് ചേർത്തുള്ള കമൻറ്റുകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ, 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലിലിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദൂതന്മാരാരാണെന്നുള്ള ചോദ്യത്തിന് 4 വിധമായ ആശയങ്ങൾ പറയപ്പെടും. പ്രത്യേകിച്ച് ഈ ഭാഗം കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നൊരു പരാമർശം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യരുടെ പുത്രന്മാരെ ഭാര്യമാരായിട്ടെടുത്തു എന്ന് കാണുവാൻ കഴിയും. ചില കമൻറ്റുകളിലൊക്കെ ഈ ഒരു കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദൂതന്മാർക്ക് വിവാഹത്തിന് കൊടുക്കുവാനോ വിവാഹത്തിന് എടുക്കുവാനോ കഴിയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ആരാണ് എന്നുള്ള ചോദ്യത്തിന്, ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നുള്ള ആ പരാമർശത്തിന് ഒന്നാമതായി ഒരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, സൺസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശേത്തിൻ്റെ മക്കൾ ആയിരിക്കാം. മനുഷ്യരുടെ മക്കൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അത് കെയ്യിൻ്റെ മക്കളായിരിക്കാം. അവർ തമ്മിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കാം എന്ന് ഒരാശയമാണ്. രണ്ടാമതായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയപ്പെടുന്നത് നോബിൾസ് മാൻ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുലീനന്മാരായ നല്ലവരായ ചില ആളുകളെ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു പോലും. സൺസ് ഓഫ് ഗോഡ് എന്ന് വിളിച്ചിരുന്ന നല്ല നിലയിലൊക്കെ ജീവിച്ച കുലീനന്മാരായിരിക്കുന്ന ആൾക്കാരുടെ മക്കളും അതുപോലെ മനുഷ്യരുടെ പുത്രിമാരും കെയ്യിൻ്റെ മക്കളും എന്നൊരു പരാമർശം. മൂന്നാമത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്, ഇത് ദൂതന്മാരാണ് എന്നുള്ളതാണ്. ദൂതന്മാരാണെന്ന് പറയുമ്പോൾ ദൂതന്മാരുടെ വീഴ്ചയെക്കുറിച്ച് വ്യക്തമായുള്ള വിവരണമൊന്നും ബൈബിളിനകത്തില്ല. എപ്പോഴാണ് വീണതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു വിവരണമില്ല. വീഴ്ചയെക്കുറിച്ച് പറയപ്പെടുന്ന ഭാഗങ്ങൾ എസെക്കിയേൽ 28 അതുപോലെ യെശയ്യാവ് 14 അവിടെ ഞാൻ ദൈവത്തിൻ്റെ പർവ്വതത്തെക്കാട്ടിലും മുകളിൽ കയറും എന്ന് 5 പ്രാവശ്യം പറഞ്ഞപ്പോൾ ലൂസിഫറിനുള്ള പേരവിടെ ഉണ്ട്, അരുണോദയ പുത്രനായ ശുക്ര. അതിനുശേഷം വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണു എന്നുള്ള ആശയവും എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം കൂടെ ചേർത്ത് വെച്ച് അത് പിശാചിൻ്റെ വീഴ്ച എന്ന നിലയിലാണ്. ആ നിലയിൽ ആ ഒരു പഠനമുണ്ട്. അതിനൊക്കെ ഇപ്പം വ്യക്തമായ തെളിവുകൾ പറയാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന ആ നിലയിൽ നമുക്ക് പറഞ്ഞ് പോകാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ അതിന് ആശയം പറയുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ വീഴ്ചയല്ല ഇത്. ദൂതന്മാരെന്ന് പറയുന്നത് അതിന് ശേഷം പിന്നീട് ഈ നോഗയുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ദൂതന്മാർ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ആ ദൂതന്മാർ ഈ പാപം ചെയ്തു. അവരെ പിടിച്ച് ആദ്യത്തെയല്ല, പറയാം. അപ്പോൾ ആ ദൂതന്മാരെക്കുറിച്ചല്ല ഇത് പറയുന്നത്, അതിനുശേഷം പിന്നീട് വന്നതായ ദൂതന്മാർ. ഇത് ആശയമാണ്, ബൈബിളിനകത്തൊന്നും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവരായിരിക്കാം വന്നിട്ട് ഈ കാലഘട്ടം ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ പുത്രിമാരെ അവർ ഭാര്യമാരായിട്ടെടുത്തു. അതുകൊണ്ട് ദൈവം അവരെ പിടിച്ച് എന്നേക്കുമുള്ള ചങ്ങലയ്ക്കായി, ന്യായവിധിക്കായി
സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലൂസിഫറിൻ്റെ കൂടെ വന്ന ആൾക്കാരല്ല. കാരണം ആണെങ്കിൽ ഇന്ന് ലൂസിഫറും ആളുകളും ഭൂമിയിലില്ല. എന്നാൽ ഭൂമിയിലുണ്ടല്ലേ? ഇന്ന് ഭൂമിയിലുള്ളത് കൊണ്ട് ലൂസിഫറിൻ്റെ കൂടെ വന്ന ആ ഒരു ഗ്രൂപ്പല്ല, ഇത് മറ്റൊരു ഗ്രൂപ്പാണ് എന്ന് പഠിപ്പിക്കുന്നു. അതാണ് മൂന്നാമത്തെ ആശയം. ദൂതന്മാരിൽ ചില ദൂതന്മാർ ഇറങ്ങി വന്നു, അവർ മനുഷ്യരുടെ പുത്രന്മാരെ ഭാര്യമാരായിട്ടെടുത്തു. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി, ജലപ്രളയമുണ്ടായി. ദൈവം ഈ ദൂതന്മാരെ പിടിച്ച് ചങ്ങലയിലാക്കി എന്നേക്കുമുള്ള അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എവിടെ ഇട്ടിരിക്കുന്നതാണ് വായിക്കുന്നത്? 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലിലിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആശയം ധാരാളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരാശയമാണ്, നമ്മളാരും വിശ്വസിക്കുന്ന കാര്യമൊന്നുമല്ല. ഈ ചില കാര്യങ്ങൾ നമുക്ക് ആശയമാകുന്നു എന്ന് പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ഇനി ഒരു ആശയം കൂടെ ഉണ്ട്. ഒന്നാമത് സേത്തിൻ്റെ മക്കൾ എന്നൊരാശയമുണ്ട്. രണ്ടാമത് നോബിൾസ്മാൻ, കുലീനന്മാരായിട്ടുള്ള ആളുകൾ എന്നുള്ള ആശയമുണ്ട്. മൂന്നാമതായി ഈ ദൈവപുത്രന്മാരെന്ന് പറയപ്പെടുന്നത് അത് ദൂതന്മാരാണ്. അവർ പറയുന്നതിൽ ചില കാര്യങ്ങൾ അവർ പറയുന്നത്, ഈ ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് അവിടെ പറഞ്ഞു, ദൈവപുത്രന്മാർ. അതുപോലെ തന്നെ മറ്റ് ചില ഭാഗങ്ങളും ദൈവപുത്രന്മാർ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ എന്നൊക്കെ പറയപ്പെടുന്ന ഇയ്യോബിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവപുത്രന്മാർ അവർ ആർത്ത് അട്ടഹസിച്ചു, അവർ വളരെ സന്തോഷമുള്ളവരായി തീർന്നു എന്നുള്ള വാക്കുകൾ പലയിടത്തും കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ് അത് ദൈവപുത്രന്മാരായിട്ട് അവിടെ പറയപ്പെട്ടിരിക്കുന്നവർ ദൂതന്മാരാണെന്നും ആ ദൂതന്മാരായിരിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൂതന്മാരെന്നുമൊക്കെ പറയപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് ദൈവദൂതന്മാർ തന്നെ ഇറങ്ങി വന്നു. എന്നാൽ അവർ മനുഷ്യരിൽ മേൽ അവർ ആവഹിച്ചു, മനുഷ്യരിൽ മേൽ ദൈവദൂതന്മാർ വസിച്ചു. എന്നിട്ട് ആ ദൂതന്മാരെ ആവസിച്ച അല്ലെങ്കിൽ വസിച്ച അവർ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഭൂമിയിലുള്ള മനുഷ്യരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുത്തു. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി, അങ്ങനെ വലിയ ജലപ്രളയമുണ്ടായി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ 4 ചിന്താഗതികളാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉള്ളത്. ഈ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂതന്മാരെ പറ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈനോക്ക് എന്ന് പറയുന്ന ഒരു അപ്പോഗ്രിഫ ബുക്കുണ്ട്. നമുക്കറിയാം പല കാനോനീയമല്ലാത്ത പുസ്തകങ്ങളുണ്ട്. നമുക്ക് 66 പുസ്തകങ്ങളാണ് കാനോനീയമായിട്ട് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇടയ്ക്ക് ഏതാണ്ട് 400 വർഷത്തെ കാലഘട്ടമുണ്ടല്ലോ, ഇൻ്റർ ടെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയും, ഇൻ ബിറ്റ്വീൻ ദ ടെസ്റ്റ്മെൻറ്റ്സ്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായ ചില പുസ്തകങ്ങളാണ് മക്കാബിയർ, അതുപോലെ 1ഉം 2ഉം ഈനോക്ക്, അങ്ങനെ അസുംഷൻ ഓഫ് മോസസ്, അങ്ങനെ പല പുസ്തകങ്ങളും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ യഹൂദന്മാരുടെ ചിന്താഗതികളിൽ അവർ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇത് 3ഓ 4ഓ ഞാൻ പറഞ്ഞ ആശയവുമായി ബന്ധപ്പെട്ടാണ് അവരത് ചിന്തിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. എന്നാൽ വ്യക്തമായി നമുക്കത് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഈ വിശദീകരണത്തിനും പഠനത്തിനുമായിട്ട് നമ്മൾ നാളെ ആയാലും നിങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ ഈ ദൂതന്മാരുടെ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, ഇതിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പാഠം ഒന്ന്, ഈ ദൂതന്മാർ സത്യത്തോട് മറുതലിച്ചു, അല്ലേ? ഭാഷ കാത്തുകൊള്ളാതെ വന്നുള്ളതാണ്. സത്യത്തോട് മറുതലിച്ചു. നമ്മളോരോരുത്തരും സത്യത്തോട് മറുതലിക്കുവാൻ പാടില്ല. പാഠം ആപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. രണ്ടാമതായി, ഇവരെ ഒരിക്കലും ദൈവം തിരികെ ദൈവീയ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നില്ല. അവർ അന്ധകാരത്തിന് കീഴിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മറ്റ് നിയന്ത്രണങ്ങൾ ഇല്ലാതെ അവരവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ദൂതന്മാർക്ക് ദൈവം യാഥാർത്ഥ്യമാണെന്നറിയാം, യേശുക്രിസ്തു ദൈവപുത്രനാണെന്നറിയാം.
ദൈവീയ ഉപദേശവും തൻ്റെ ശക്തിയും മഹത്വവും അവർക്ക് അറിയാം. എങ്കിൽ പോലും അവർ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് അവർ വന്നു. എപ്പോഴാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ചോ അതാരാണെന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് പറയുവാൻ കഴിയുകയില്ല. സേത്തിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ തന്നെ അതിനെതിരെയും വാദമുണ്ട്. ദൂതന്മാരാണെന്ന് പറയുമ്പോൾ തന്നെ അതിനെതിരെയും വാദഗതികളുണ്ട്. ഇനി 4-ാമത്തെ കാര്യം അല്പമൊക്കെ പലരും ന്യൂ ജനറേഷൻ തിയോളജിയൻസ് പറയപ്പെടുന്ന കാര്യം, ദൂതന്മാരാണ് മനുഷ്യന്മേൽ ആവഹിച്ചു. അങ്ങനെ സ്പിരിറ്റ് ബീങ്സ് ആണ് ആര്? ദൂതന്മാർ അവർ ആത്മസ്വരൂപികളാണ്. ആത്മാവ് അവത് വന്നു, അത് മനുഷ്യനിൽ ആവഹിച്ചു. അങ്ങനെ മക്കളുണ്ടായി. ദൈവം ആ നിലയിൽ മനുഷ്യരെ മാത്രമല്ല ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും ജലപ്രളയത്താൽ കൊന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അതിന് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 6-ാം വാക്യം സ്റ്റിൽ അതൊരു പഠന വിഷയമായി ഓപ്പണായിട്ടിരിക്കട്ടെ. ഈ കാര്യം നമുക്ക് വ്യക്തമായി എന്താണെന്ന് പറയുവാൻ സാധിക്കാത്ത ഒരു ഒരു വാക്യമായിട്ട് അതിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യം ഒന്ന്, ദൈവത്തിൻ്റെ വാസസ്ഥലം വിട്ടുപോകാതെ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കേണ്ടവരാണ്. അല്ല എങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനെ സ്നേഹിച്ചില്ല എങ്കിൽ, ദൈവമക്കളായി തീർന്നില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിത്യമായ ന്യായവിധി വരും എന്നുള്ള ആപ്ലിക്കേഷൻ അതിൽ നമുക്കെടുത്ത് അടുത്ത ഭാഗത്തേക്ക് വരാം. ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പം ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം. അത് ക്യാപ് തിയറിയായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്, ഒത്തിരി പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ശരി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ച 1-2 വാക്യങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചില പഠനമാണ്, അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സോദോം ആൻഡ് ഗോമോറ അല്ലേ, അവരെയും നശിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയും. ഈ പട്ടണങ്ങളുടെ പ്രധാന പാപം കടുത്ത അധാർമികതയായി. പട്ടണങ്ങളുടെ ന്യായവിധി താൽക്കാലികമായി, എന്നാൽ ജനങ്ങൾക്ക് ശാശ്വതമായ ന്യായവിധിയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന കാര്യം, ഇന്നത്തെ ദുരുദ്ദേശകന്മാർ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഈ 3 ഉദാഹരണങ്ങളും വിശ്വാസത്യാഗികളുടെ ബന്ധത്തിലും തെറ്റായി പഠിപ്പിക്കുന്ന ബന്ധത്തിലാണ് പറയപ്പെടുന്നത്. ആ ഒരു ഉപദേശം ഈ 3 ചിത്രങ്ങൾ അവിടെ ചിത്രീകരിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് നൽകുന്ന ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും അവരെ പോലെ ആവരുത്, അവിശ്വാസമുണ്ടാകരുത്, ദൈവസ്ഥലിൽ നിന്ന് വിട്ടുപോകുവാൻ ഇടയായി തീരരുത്. അതുമാത്രമല്ല, നമ്മൾ ഈ ലോകത്തിൻ്റെ പാപങ്ങളിലേക്ക് പോകരുത് എന്നുള്ള ആശയമാണ് ഈ 3 ആശയങ്ങളും 3 ഈ ചിത്രങ്ങളും നമ്മളെ വ്യക്തമാക്കുന്നത്. ഈ സംഭവങ്ങളിൽ നിന്നുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഓടിച്ചു പറയാം. 1, അവർ വിശ്വസിക്കാത്തവരാണ്. 2, അവർ ദൈവീയ അധികാരത്തെ തള്ളിക്കളയുന്നവരാണ്. 3, ദൈവം തള്ളുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. 4, ദൂതന്മാരെ പോലെ വാസസ്ഥലം വിട്ടവരാണ്. 5, ക്രിസ്തുവിലുള്ള ദൈവീയ മഹത്വം തള്ളിക്കളയുന്നവരാണ്. അവർ നിത്യ അന്ധകാരം അനുഭവിക്കുന്നവരാണ്. ജഡപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നിത്യാഗ്നിയിൽ വീഴുന്നവരാണ്. അങ്ങനെ ഈ നിലയിൽ ഈ 3 ഉദാഹരണങ്ങളിലൂടെ വിശ്വാസത്യാഗികളായി രക്ഷിക്കപ്പെടാത്ത ഇവർ വന്നിരിക്കുക വിശ്വാസികളുടെ ഇടയ്ക്ക്. ഇവരെ പറ്റി 3 ചിത്രങ്ങൾ നമുക്ക് 5, 6, 7 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. 8-ാം വാക്യത്തിലേക്ക് വരാം. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒന്ന് വായിച്ചേ. 8-ാം വാക്യം പ്രധാനപ്പെട്ട വാക്യമാണ്. അങ്ങനെ തന്നെ സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും തുച്ഛീകരിക്കുകയും. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ ഇവരും, മൂലത്തെ പോലെ തന്നെ ഇവരും ഈ വിശ്വാസത്യാഗികൾ, ദുരുപദേശകന്മാർ, ഒന്നാമതായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്വപ്നാവസ്ഥയിലായി ജഡത്തെ എന്ത് ചെയ്യുക? മലിനമാക്കി കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താൽ നൽകപ്പെട്ട കർത്തൃത്വങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട, ദൈവത്താൽ നൽകപ്പെട്ട ചില കർത്തൃത്വങ്ങൾ സഭകളിലുണ്ട്. പൊതുവെ പറഞ്ഞു കഴിയുമ്പോൾ എൽഡേഴ്സ്, പാസ്റ്റേഴ്സ് എന്നൊക്കെയുള്ള പദപ്രയോഗം, ഉപദേശകന്മാർ, അതുപോലെ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇടയന്മാർ, ഉപദേശകന്മാർ, സുവിശേഷകന്മാർ. നമുക്കറിയാം, ഇവരെ തുച്ഛീകരിക്കുക, ഇവരെ തള്ളിക്കളയുക, ഇവരെ തള്ളിക്കറയുക എന്നുള്ള നിലയിലാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് 8-ാം വാക്യത്തിൽ കാണുന്നത്. 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാം വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. 9-ാം വാക്യം: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ 6-ാം വാക്യത്തെ പോലെ തന്നെ മറ്റൊരു അപ്പോഗ്രിഫ ബുക്കിൽ നിന്നുള്ളൊരു ആശയമാണിത്. ഒരാശയം ഇവിടെ കടമെടുത്തെഴുതിയിരിക്കുകയാണ്. അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഒരാശയം, അവിടെ ഈ കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ആവർത്തന പുസ്തകം 34-ാം അധ്യായം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അടക്കിയതായിട്ട് പറയപ്പെടുന്നുള്ളതല്ലാതെ എങ്ങനെ അടക്കി, പിശാച് വന്നോ, ലൂസിഫർ വന്നെന്നോ, മീഖായേൽ അവിടെ വന്ന് തർക്കമുണ്ടായെന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇത് ഒരു അപ്പോഗ്രിഫ ബുക്കിൽ ഉള്ളൊരു കാര്യമാണ്. ഇത് തിരുവഴുത്തല്ല. അപ്പോഗ്രിഫ ബുക്ക് തിരുവഴുത്തല്ല. ഈ പുസ്തകത്തിലുള്ള വിഷയങ്ങൾ മാനുഷ്യബുദ്ധിയിലും ആശയത്തിലുമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ യൂദ ഈ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് തിരുവഴുത്തിൻ്റെ ഭാഗമായി മാറി എന്നേ ഉള്ളൂ. കാലഘട്ടം തീർച്ചയായിട്ടും 100-ന് മുമ്പുള്ള കാലഘട്ടങ്ങൾ. അതിനുശേഷം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യഹൂദന്മാരുടെ ഇടയിലുള്ള പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ അപ്പോഗ്രിഫ ബുക്കുകൾ പലതും യഹൂദന്മാർ വായിക്കുകയും പാരമ്പര്യമായിട്ട് അവർ ചിന്തിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ അവരുടെ ഇടയിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെഴുതിയതാണ്. ഞാനിത് പറഞ്ഞ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള 400 വർഷം, പുതിയ നിയമത്തിന് മുമ്പുള്ള 400 വർഷത്തിൽ എഴുതപ്പെട്ടതായ പല പുസ്തകങ്ങളും. അപ്പോൾ അതിൽ ഒരു പുസ്തകമാണ് അസംഷൻ ഓഫ് മോസസ്. ഒരു പക്ഷേ ആ ഒരു ചിന്താഗതി ആയിരിക്കാം അത് ഒരിക്കലും ആ പുസ്തകങ്ങൾ, അപ്പോഗ്രിഫ ബുക്കുകൾ, തള്ളിക്കളഞ്ഞ പുസ്തകങ്ങൾ ഒരിക്കലും ദൈവവചനമല്ല. എന്നാൽ അതിലുള്ള ചില ആശയങ്ങൾ ഇതിൽ ചേർത്ത് വെക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് ആ ആശയങ്ങൾ ഇതിൽ ചേർത്ത് വെക്കപ്പെട്ടത് കൊണ്ട് ദൈവശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ പൗലോസ് ചില ഭാഗങ്ങളിൽ ചില ആളുകൾ എഴുതിയ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് കൊട്ടേഷനായിട്ട്. ആ പുസ്തകം ദൈവശ്വാസീയമല്ല. ആ കൊട്ടേഷൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവശ്വാസീയമായി മാറി. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുവാനായി ദൈവം ആ ആശയത്തെ ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ആ പുസ്തകത്തിലുള്ളതാണ്, അതുകൊണ്ട് അതൊക്കെ ദൈവവിശ്വാസീയമാണോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലുമല്ല. അപ്പോഗ്രിഫ ബുക്കുകളായ ഏതാണ്ട് 100-ലധികം പുസ്തകങ്ങളുണ്ട്. അറിയപ്പെടുന്ന ഏതാണ്ട് 10-40ഓളം പുസ്തകങ്ങൾ ഇന്നും പലയിടത്തും കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ ഉണ്ട്. പത്രോസിൻ്റെ സുവിശേഷം, ബർണ്ണബാസിൻ്റെ സുവിശേഷം, ബർണ്ണബാസിൻ്റെ പ്രവൃത്തികൾ എന്നൊക്കെ പറയുന്ന ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് വന്നതാണ്. പല പുസ്തകങ്ങളും ആദ്യം ഉള്ള കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് തിരുവഴുത്തല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ യൂദ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് തിരുവഴുത്തിൻ്റെ ഭാഗമായി മാറിയതിനാൽ ഈ ഒരു വസ്തുത ദൈവം അംഗീകരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുവാനായിട്ട് കഴിയും. എന്നാൽ ആ പുസ്തകം മുഴുവനും സത്യമെന്ന് അല്ലെങ്കിൽ കൃത്യമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഈ കഥ എല്ലാ യഹൂദന്മാർക്കും അറിയാമായിരുന്നൊരു കഥയായിരുന്നു ഈ ഒരു സംഭവം. എന്നാൽ അവരാ നിലയിൽ ഇതിൻ്റെ ഒരു കോപ്പി മാത്രമേ ഇന്നുള്ളെന്നാണ് പറയപ്പെടുന്നത്. ഈ കോപ്പിയുടെ 1/3 ഭാഗം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഈ അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന ഒരു അപ്പോഗ്രിഫ ബുക്കുണ്ട്. ഒരു കോപ്പിയെ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൽ 1/3 ഭാഗമേ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി മാത്രമേ ഉള്ളൂ. ഈ കോപ്പിയുടെ 1/3 ഭാഗമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതുമാത്രമല്ല, ആ കണ്ടെത്തിയ ഭാഗത്തിൽ ഈ കാര്യം ഒട്ടും ഇല്ലാതാണ്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തെളിവായിട്ടൊന്നും നമുക്ക് എടുത്തുകൊണ്ട് വന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. പിന്നെ ഓറലായിട്ടൊക്കെ പറഞ്ഞു കേട്ട കഥകൾ ഒരുപക്ഷെ ആ നിലയിലായിരിക്കാം ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള മരുഭൂമിയിലാണ് മോശ മരിച്ചതെന്ന് നമുക്കറിയാം. ആവർത്തന പുസ്തകം 34-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആവർത്തനത്തിൻ്റെ അവസാന അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ കടക്കുന്നതിന് തൊട്ടു മുമ്പാണ് മോശ മരിച്ചതെന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ചുകൊണ്ടാണ് മോശയെ ദൈവം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാതിരുന്നത്, അതിൽ നിന്ന് വിലക്കിയത് എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മോശ ഒന്നിലധികം പ്രാവശ്യം പാറയിൽ അടിച്ചു. അത് ദൈവത്തിന് അതൃപ്തി ഉണ്ടാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശ മരുഭൂമിയിൽ വെച്ച് മരിച്ചപ്പോൾ മറ്റ് ആരും അതറിഞ്ഞിരുന്നില്ല. ദൈവം തന്നെ അടക്കി. അത് മീഹായിൽ നിർവഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം. നമ്മളതിൻ്റെ 11-13 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അയ്യോ കഷ്ടം എന്ന നിലയിൽ അവിടെ വരുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണുകയാണ്. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 3 വ്യക്തികളെക്കുറിച്ച് പറയുന്നു. ഒന്ന് കയീൻ, അല്ലേ? 2 നമ്മൾ വായിക്കുന്നു ബിലെയാം. 3 നമ്മൾ വായിക്കുന്നു കോരഹ്. ഈ 3 ആളുകളെയും അവരുടെ സ്വഭാവങ്ങളെ പറ്റിയാണ് പറയുന്നത്. കയീൻ്റെ വഴിയിൽ നടക്കുന്നവർ. ആദാമിൻ്റെ ആദ്യ മകനാണ്. കയീൻ്റെ തെറ്റെന്ന് പറയുന്നത് ദൈവത്തെക്കാട്ടിലും കൂടുതൽ ബന്ധം തൻ്റെ ജീവിതത്തിന് കൊടുത്തു. ഏബേലിലും ഏബേലിൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. എന്നാൽ കയീനിൽ പ്രസാദിച്ചില്ല. അതുകൊണ്ട് ആ കൊണ്ടുവന്ന യാഗവസ്തു നല്ലതല്ലെന്നുള്ളതല്ല. അപ്പോൾ താൻ ദൈവത്തെക്കാട്ടിലുപരിയായിട്ട് മനുഷ്യബന്ധത്തിന് പ്രാധാന്യം കൊടുത്തു എന്നൊരാശയം. ദൈവീയ കാര്യങ്ങൾക്ക് മൂല്യം കൽപ്പിച്ചില്ല. ദൈവീയ അനുഗ്രഹവും അംഗീകാരവും താൻ പ്രതീക്ഷിച്ചു. ഹാബേൽ യാഗത്താലുള്ള പാപത്തിൻ്റെ വീണ്ടെടുപ്പ് മനസ്സിലാക്കി. ഹാബേൽ ദശാംശവും യാഗവും കഴിക്കുന്നു. കയീൻ ദശാംശം കൊണ്ടുവന്നു, യാഗം കഴിച്ചില്ല എന്ന്. അപ്പോൾ കയീൻ്റെ വഴിയിൽ നടക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ലഭിക്കുന്ന പാപമോചനവും അതിലൂടെയുള്ള ബന്ധവും മനസ്സിലാക്കാത്തവരാണ്. ഒന്നാമതായി ക്രൂസിലൂടെയുള്ള പാപമോചനത്തെ അവർ മനസ്സിലാക്കുന്നില്ല. രണ്ടാമതായിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ വലിയ താല്പര്യമുണ്ടാകുന്നു. ബിലെയാമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ബിലെയാമിനെക്കുറിച്ച് നമ്പേഴ്സ് സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും ബിലെയാമിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ താൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു, ദൈവത്തെ സേവിക്കേണ്ടവനായിരുന്നു. എന്നാൽ താനും മണി മൈൻഡഡ് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ബിലെയാം കടന്നുപോയി എന്ന് കാണുവാൻ കഴിയും. ഗോരഖിലേക്ക് കടന്നു വരുമ്പോൾ നമ്പേഴ്സിൻ്റെ പുസ്തകം 16-ാം അധ്യായം, അവിടെ കോരഖിനെക്കുറിച്ച് കാണുന്നു. മരുഭൂമിയിൽ മോശയ്ക്കും അഹരോനും എതിരായി മത്സരിച്ചു. ദൈവത്തിൽ നിന്ന് ആണോ അവർ വന്നത് എന്ന് സംശയിച്ചു. അപ്പോൾ മത്സരിച്ചു, സംശയിച്ചു, അധികാരം ആഗ്രഹിച്ചു. ഇതൊക്കെയാണ് പ്രശ്നം. ഈ 3 പേരെക്കുറിച്ച് കാണുമ്പോൾ ഇവരെ പറ്റി പറയുകയാണ്. ഇവരൊക്കെ ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിശ്വാസത്യാഗികളും ഇവരെ പോലെയാണ്, കയ്യിനെ പോലെയാണ്. കയ്യിൻ്റെ വഴി ബിലെയാമിൻ്റെതായ പ്രവൃത്തികൾ, അതുപോലെ കോരഖിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. കയ്യീൻ, അതുപോലെ ബിലെയാം, കോരഖ്. കയ്യീൻ മോട്ടീവിനെ കാണിക്കുന്നു, ബിലെയാം ലീഡ് നയിക്കുന്നതിനെ കാണിക്കുന്നു, കോരഖ് റിബല്യനെ കാണിക്കുന്നു. 3 ആശയങ്ങളാണ്.
നമ്മൾ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 6 വിധമായ ഇല്ലുസ്ട്രേഷൻ, ചിത്രങ്ങൾ കാണുവാനായിട്ട് കഴിയുകയാണ്. 6 തരത്തിലുള്ള ചിത്രങ്ങൾ. 12-13 6 ഇല്ലുസ്ട്രേഷൻസ്, 6 ചിത്രങ്ങൾ. 1, സ്നേഹശക്തികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. വിശദീകരിക്കുവാൻ സമയമില്ല. ഇതിനൊക്കെ സാംസ്കാരികപരമായ ചില ആശയങ്ങളുണ്ട്. സ്നേഹശക്തികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. 2, തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർ, തങ്ങളെ തന്നെ മേയിക്കുന്നവർ. 3, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഇല്ലുസ്ട്രേഷനാണ്, ചിത്രങ്ങളാണ്. ഇവരെക്കുറിച്ചുള്ള 6 ചിത്രങ്ങളാണ്. 4, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും 2 ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. 5, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കുടിയ കടൽ തിരകൾ. 6, അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമ്മൾ ഈ 12 മുതലുള്ള വാക്യങ്ങൾ, നമ്മൾ 12-13 വാക്യങ്ങളിൽ കണ്ടത് 6 കാര്യങ്ങളാണ്. അതിൻ്റെ 14-15 വാക്യങ്ങളിൽ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ്. 14-ാമത്തെ വാക്യം, 15-ഉം 14-15 വാക്യങ്ങളിൽ നമ്മൾ കടന്നു വരുമ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാവികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ അതിന് ഉത്തരമില്ല. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു. ഹാനോക്ക് എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, അപ്പോക്രിഫ ബുക്കുകളാണ്. അതിൽ ഹാനോക്കിനെ പറ്റി ഒത്തിരി വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഹാനോക്ക് പ്രവചിച്ച ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും പറയാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. ഈ ബുക്ക് ഓഫ് ഹാനോക്കിനെ പറ്റി സ്വർഗം, നരകം, ദൂതന്മാരെക്കുറിച്ച്, ഭൂതങ്ങളെക്കുറിച്ച്, വീണുപോയ ദൂതന്മാരെക്കുറിച്ച്, മശീഹയുടെ പ്രത്യക്ഷതയെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച്, അവസാന ന്യായവിധിയെക്കുറിച്ച്, ഭൂമിയിലെ സ്വർഗീയ രാജ്യത്തെക്കുറിച്ചൊക്കെ അവിടെ ആ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് ഹീനോക്കിനകത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയപ്പെട്ട, അതിൽ നിന്ന് താനൊരു പ്രവാചകനാണെന്നുള്ള ഒരു ആശയം ആയിരിക്കാം ഇത്. എന്നാൽ ഹാനോക്കിൻ്റെ പുസ്തകം ഒരിക്കലും ദൈവത്തിൻ്റെ ദൈവശ്വാസീയമായ പുസ്തകമല്ല. എന്നാൽ അതും വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്യാഗികളുടെ രീതികൾ പറയുന്നു. 1, സകല രീതികളും വാക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. പരാതി പറയുന്നവരാണ്, മുഖസ്തുതി പറയുന്നവരാണ്. പിന്നീട് പരിഹാസികളാണ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഭിന്നതയുണ്ടാക്കുന്നവർ, അതുപോലെ പ്രാകൃതന്മാർ, അതുപോലെ ആത്മാവ് ഇല്ലാത്തവർ എന്ന് പറയുന്നു. ഇതെല്ലാം പറയപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളെക്കുറിച്ചേ അല്ല. ഈ വിശ്വാസത്യാഗികളായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. സ്പിരിച്വൽ സ്റ്റാറ്റസ് ഓഫ് ദി സെർട്ടൻ മാൻ, ഈ ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളായിട്ട് ബന്ധപ്പെട്ടല്ല. എന്നാൽ നമ്മൾ അതിൻ്റെ 20 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് കാണുവാൻ കഴിയും. 20-21 വാക്യങ്ങളിൽ
നമ്മളിലേക്ക് നോക്കണം. ടേക്ക് എ ലുക്ക് ഇൻവാർഡ്. നമ്മളിലേക്ക് നോക്കേണ്ട കാര്യം അവിടെ കാണുന്നു. ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കണം, ആത്മീയ വർധന ഉണ്ടാകണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 22, 23 വാക്യങ്ങളിൽ ടേക്ക് എ ലുക്ക് ഔട്ട്വേർഡ്, പുറത്തേക്ക് നോക്കണം. 22, 23 വാക്യങ്ങളിൽ നാം പുറത്തേക്ക് നോക്കണം. നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പുറത്തേക്ക് നമ്മൾ നോക്കണം. എന്താ ചെയ്യേണ്ടത്? അവിടെ വായിക്കുന്നത്, നിങ്ങൾ ചിലരോട് കരുണ കാണിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് ചിലരെ വലിച്ചെടുത്ത് രക്ഷിക്കണം. സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ 20, 21 വാക്യങ്ങളിൽ ടേക്ക് എ ലുക്ക് ഇൻവേർഡ്, നമ്മളിലേക്ക് നോക്കുക. 22 മുതൽ 23 വാക്യങ്ങളിൽ നാം പുറത്തേക്ക് നോക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ചിലരോട് കരുണ കാണിക്കണം, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. 24, 25 വാക്യങ്ങളിൽ ടേക്ക് എ ലുക്ക് അപ്വാർഡ്, മുകളിലേക്ക് നോക്കണം. ദൈവീയ മഹത്വം നമ്മൾ ദർശിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ അവസാന വേദഭാഗത്ത് നമ്മളോട് പറയുന്ന അനുഗ്രഹീതമായ വാക്കുകൾ ഇങ്ങനെയാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഈ അവസാന ഡോക്സോളജിയോടുകൂടെ, പ്രാർത്ഥനാഗീതത്തോടുകൂടെ അല്ലെങ്കിൽ സ്തോത്രഗീതത്തോടുകൂടെ ഈ പുസ്തകം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം, ശക്തിയുള്ള ദൈവം ചെയ്യുന്ന ഒന്ന്, നമ്മളെ വീഴാതെ നമ്മളെ സൂക്ഷിക്കും. 2, മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി എങ്ങനെ നിർത്തും? ആനന്ദത്തോടുകൂടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ആ ദൈവത്തിന് സകല മഹത്വവും കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ പുസ്തകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം അവസാനത്തെ ചില ഭാഗങ്ങൾ അല്പം ഓടിച്ചു പോകുവാനിടയായി, കാരണം സമയം തീർന്നിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇതിൻ്റെ നോട്ട് പിന്നീട് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് കർത്താവ് എല്ലാ നിലയിലും നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.